ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തിരയും തീരവും. അധ്യായം 5. രാത്രി. എമിലി ശൗരിക്കുട്ടി വരാൻ കാത്ത് തിണ്ണയിലിരിപ്പാണ്. ആഞ്ചലോസ് പുൽപ്പായ വിരിച്ച് ചുമരും ചാരി തിണ്ണയിൽ തന്നെയുണ്ട്. ശൗരിക്കുട്ടിയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് തിരക്കിപ്പോയ ശാമുവേൽ തിരിച്ചെത്തി. ശാമുവേൽ സൈക്കിളിലാണ് പോയതും വന്നതും. ശൗരിക്കുട്ടിയെ അർത്തുങ്ക സ്റ്റേഷനിൽ നിന്ന് വിട്ട് ശാമുവേൽ എമിലിയെ അറിയിച്ചു. എമിലിക്ക് അത് കേട്ടപ്പോൾ സമാധാനമായി. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്നതാ? ശൗരിക്കുട്ടീനെ പോലീസുകാർ വിടുമ്പം റോഡിലിട്ട് തല്ലിക്കൊല്ലാൻ വേണ്ടി കുറേ പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട്? എമിലി എഴുന്നേറ്റു. ശൗരി കുരിശടി റോഡിലേക്ക് ഇറങ്ങിയപ്പം അവരെല്ലാം കൂടെ അവനെ വളഞ്ഞു. ശൗരിക്കുട്ടിക്ക് എന്തു പറ്റിയെന്ന് പറ. എമിലി ഭയാക്രാന്തിയായി. ശൗരിക്കുട്ടിക്കല്ല പറ്റിയത്, ആൻ്റപ്പൻ്റെ ആളുകൾക്കാ. അവരുടെ കുറേ പേര് ആശുപത്രിയിലായി, കൈയൊടിഞ്ഞും കാലൊടിഞ്ഞുമൊക്കെ. എന്തോ ഉണ്ടായതെന്ന് തെളിച്ചു പറ. ശാമുവേൽ താൻ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും എമിലിയോട് വിശദീകരിച്ചു. അവസാനം ശൗരിക്കുട്ടി കടലിലോട്ടിറങ്ങി. അന്നേരം ഒരു ബോട്ട് വന്ന് അത് ശൗരിക്കുട്ടീനെ കയറ്റിക്കൊണ്ടുപോയി. ഇതൊക്കെ സത്യമാണോ? എമിലിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ പോലീസ് ജീപ്പെത്തി റോഡരികിൽ നിന്നു. ദാ പോലീസ് വന്നു. ശാമുവേൽ തല്ലു പേടിയോടെ പിറുപിറുത്തു. SI ജോൺസണും ഏതാനും പോലീസുകാരും കൂടി ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു. ശൗരിയുണ്ടോ ഇവിടെ? SI ചോദിച്ചു. ഇവിടെ എങ്ങനെ ഉണ്ടാവാനാ? നിങ്ങളുടെ അടുത്തോട്ട് അവൻ വന്നായിരുന്നല്ലോ. ഞങ്ങൾ അവനെ വൈകുന്നേരം വിട്ടയച്ചു. അവനിവിടെ ഉണ്ടോയെന്നറിഞ്ഞാൽ മതി. ഇങ്ങോട്ട് വന്നില്ല. എന്നതാ പ്രശ്നം? അവൻ കുരിശടി റോഡിലിട്ട് കുറേ നാട്ടുകാരെ തല്ലി. അതിൽ ചിലരുടെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുക. അവനെ കസ്റ്റഡിയിലെടുക്കാനും പുതിയ കേസ് ചാർജ് ചെയ്യാനുമൊക്കെ വന്നതാ. സാറ് പറ്റുന്നിടത്തോളം ചെയ്യ് സാറേ. അവനിവിടെ തിരിച്ചു വന്നപ്പം മുതൽ തുടങ്ങിയതാണല്ലോ പോലീസുകാരുടെ കസ്റ്റഡിയും ചോദ്യം ചെയ്യലും. സാറന്മാരവന് അങ്ങോട്ട് ദത്തെടുത്ത് താമസിപ്പിച്ചാട്ടെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് തുടങ്ങിയാട്ടെ. നിങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടി പറ. ശൗരി ഇങ്ങോട്ട് വന്നില്ലേ? അവനൊരു ബോട്ടിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. സാറിന് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അവനെ നിങ്ങൾ രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? അവനെ തല്ലാനും കൊല്ലാനും പുറത്ത് ഗുണ്ടകൾ കാത്തു നിൽപ്പുണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ അവനെ പുറത്തോട്ട് വിട്ടത്? എന്നിട്ടിപ്പോൾ അവൻ്റെ പേരിൽ കേസോ? ആ നേരത്തെ എന്തിനാ 10-30 ആൾക്കാർ കല്ലും കുറുവടിയും ചങ്ങലയും കടാരയും ഒക്കെ ആയിട്ട് കുരിശടി റോഡിലോട്ട് വന്നേ? എന്തിനാ 2 ജീപ്പും കാറും അവൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നത്? ഇതിനൊക്കെ സാറ് തന്നെ സമാധാനം പറയേണ്ടി വരും, ഓർത്തോ. ജോൺസൺ കണ്ണുമിഴിച്ചു നിന്നു. വിവരങ്ങളെല്ലാം അതേപടി വീട്ടിലിരുന്ന തള്ളയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ സാറേ? എമിലി കൂസലെന്നെ ചോദിച്ചു. പോലീസ് ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. അന്വേഷിച്ചറിഞ്ഞ വിവരം വെച്ചാ ഇങ്ങോട്ട് വന്നത്. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഇത്രയും വലിയ അക്രമവും അടിപിടിയും കൂട്ടിയിട്ടും നടന്നത് പോലീസ് അറിയാതാണ് സാറേ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ശൗരി രക്ഷപ്പെട്ടു പോയി. എന്നാലിനി സാറ് എന്താന്ന് വെച്ചാൽ ചെയ്യ്. എന്നെ അറസ്റ്റ് ചെയ്യണോ? ശൗരിക്കുട്ടി വീട്ടിലില്ലെന്ന് മനസ്സിലായതോടെ ജോൺസൺ ജീപ്പിൽ കയറി സ്ഥലം വിട്ടു. ശൗരിക്കെതിരെ കേസെടുക്കാനോ സംഭവത്തിൽ ശൗരിയെ പിടികൂടാനോ ചോദ്യം ചെയ്യാനോ അയാൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. രാത്രി 11:45 മണിക്ക് വീട്ടുമുറ്റത്ത് ഒരു ബൈക്ക് വന്നു. അതിൽ നിന്ന് ഹെൽമറ്റ് വെച്ച ഒരാൾ ഇറങ്ങി. അത് ശൗരിക്കുട്ടിയായിരുന്നു. ആ സമയം വരെയും ഉറങ്ങാതെ തിണ്ണയിലിരുന്ന എമിലി എണീറ്റ് മുറ്റത്തേക്കിറങ്ങി. ആദ്യം അവർ മകനെ അടിമുടി നോക്കി. പരിക്കുകളൊന്നും കാണാനില്ല, അവയവ ഭംഗവുമില്ല. അമ്മ എന്താ നോക്കുന്നത്? ഞാൻ തന്നെയാ. 2 കൈയും 2 കാലും തലയും ഉടലും എല്ലാം ഉണ്ട്. കുറച്ചു മുൻപ് പോലീസ് തിരക്കി വന്നിട്ടുണ്ടായിരുന്ന. ഞാൻ അറിഞ്ഞു. അവരിനിയും വരും അമ്മ. ഞാനെൻ്റെ 2 കാലും ഇവിടെ ഉറപ്പിക്കുന്നത് വരെ അവർ വരും. നിന്നെ അവർ മനഃപൂർവ്വം ചതിക്കാൻ നോക്കിയതല്ലേ ശൗരിക്കുട്ടി? സ്റ്റേഷനിൽ നിന്ന് ഇറക്കി അവരുടെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തത് പോലീസ് അറിയാണ്ട് ചെയ്തതാണോ? അമ്മ, അത് മാരാരിക്കുളത്തുനിന്ന് വന്ന ഉത്തരവാ. SIക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. പക്ഷേങ്കിൽ ഓർഡർ വന്നാൽ അനുസരിക്കാണ്ട് പറ്റത്തില്ലല്ലോ. പോലീസും കള്ളന്മാരും കൂടെ നിനക്കെതിരെ എത്തുകൂടിയാ നീ പിന്നെ എവിടെ പോയി ഒളിക്കും? എന്തു ധൈര്യത്തിലാ നീ സ്റ്റേഷനിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോന്നത്? രാവിലെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അമ്മ, അതെല്ലാം ഒത്തുകളിയാണെന്ന് എനിക്കറിയായിരുന്നു. ആ SI എന്നെ ലോക്കപ്പിലൊന്നും അടച്ചിട്ടില്ലായിരുന്നു. ആരെങ്കിലും ആക്രമിച്ചാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചു. നീ അകത്തോട്ട് കയറി വാ. ഇവിടെ നിന്നിട്ട് ശത്രുക്കൾ കാണണ്ട. എമിലി മകനെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് കയറി. നീ കൈ കഴുകിയിട്ട് വാ, ഞാൻ ചോറെടുക്കട്ടെ. ശൗരി ചിരിച്ചു.
എന്തടാ ചിരിക്കണത്? ചോറ് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് തിന്നാൻ. അതെന്നാ വെക്കണ്ടായോ? ഞാൻ എവിടെ പോയാലും വരൂന്ന് അമ്മയ്ക്കറിയാം അല്ലേ? എമിലി ഒന്നും മിണ്ടാതെ പോയി ചോറ് വിളമ്പി. ശൗരിക്കുട്ടി കൈ കഴുകി വന്ന് കഴിക്കാനിരുന്നു. ഇടയ്ക്ക് മയക്കത്തിലായി പോയിരുന്ന ജാനറ്റും കുഞ്ഞെണ്ണയും ശൗരിക്കുട്ടിയുടെ ശബ്ദം കേട്ട് കണ്ണു തിരുമ്മി എണീറ്റ് വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ശൗരിക്കുട്ടി ചോറുണ്ണുമ്പോൾ എമിലി ചോദിച്ചു, എൻ്റെ മോനെ, നിനക്കിവിടുന്ന് പോയി വേറെ എവിടെയെങ്കിലും താമസിക്കാൻ വയ്യേ? ശത്രുക്കൾ പെരുകി പെരുകി വരുന്നല്ലോ. അവരെത്ര പേരാ? അവർ തന്നെത്താൻ ശത്രുക്കളായതല്ലല്ലോ. ഞാനല്ലേ ശത്രുക്കളെ ഉണ്ടാക്കിയത്. അവരുടെ ശല്യം ഞാൻ തന്നെ തീർത്തോളാം. ഇന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പം അവരെത്ര പേരാ നിന്നെ തല്ലാനും കൊല്ലാനും വന്നത്? നീ ഒറ്റയാളല്ലേ ഉള്ളൂ, 2 കൈയല്ലേ ഉള്ളൂ? അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനൊന്നും എന്നെ തല്ലാനും കൊല്ലാനും പറ്റത്തില്ല. അതിനു വേണ്ട അഭ്യാസമുറകളൊക്കെ ഞാൻ പഠിച്ചു വച്ചിട്ടുണ്ട്. എത്ര അഭ്യാസം പഠിച്ചാലും കണ്ണെന്ന് തെറ്റിയാ തീർന്നില്ല ശൗരിക്കുട്ടി. അമ്മ വിചാരിക്കുന്നതിലും അപ്പുറം പഠിച്ചിട്ടുണ്ട് ഞാൻ. കാക്കനാടയിൽ വെച്ച് കരാട്ടെ പഠിച്ചു. കുങ്ഫു പഠിക്കാൻ കാക്കനാടെന്ന് 200 മൈൽ ദൂരെ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും. അതുകൂടാതെ കാക്കനാടയിലെ ഒരു ലാടഗുരുവിൻ്റെ അടുത്ത് നിന്ന് മർമ്മകലയും പഠിച്ചിട്ടുണ്ട്. അതെന്നതാ ഈ മർമ്മകലയെന്ന് വെച്ചാ? ജാനറ്റ് തല മാന്തിക്കൊണ്ട് ചോദിച്ചു. അതും അടവുകളും വിദ്യകളുമാ. 4 തരമുണ്ട് മർമ്മകല: തൊടുമർമ്മം, പടുമർമ്മം, തട്ടുമർമ്മം, നോക്കുമർമ്മം. ഷോ, എന്തുവാ? എനിക്കൊന്നും മനസ്സിലായില്ല. ചേച്ചി, 108 മർമ്മമുണ്ട് മനുഷ്യൻ്റെ ശരീരത്ത്. കഴുത്തിലും തലയിലും കൂടി 25, 2 കൈയിലും കൂടി 14, 2 കാലിലും കൂടി 15. ഞാൻ ഒരാളിൻ്റെ കൈ പിടിച്ച് തിരിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. ആര് നോക്കിയാലും നിവർത്താൻ പറ്റത്തില്ല. അതിന് ഞാൻ തന്നെ വേണം. എന്നെ ആര് ഏത് കുടുക്കിട്ട് കെട്ടിയാലും ഞാൻ ഊരിക്കൊണ്ടു പോരും. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ നീ പഠിച്ചത്? ജാനറ്റ് അത്ഭുതം കൂറി. എനിക്കിവിടെ തിരിച്ചു വരാൻ വേണ്ടി തന്നെ പഠിച്ചതാ. ശത്രുക്കളെ ഉണ്ടാക്കിയിട്ട് അവരെ തകർക്കാൻ വേണ്ടി പഠിച്ചതാ. എൻ്റെ ചങ്കിലൊരു തീ കെടാതെ കിടപ്പുണ്ട്. അത് പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ കൂടി ആ തീയുടെ ചൂട് വമിച്ചു. നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ മോനെ? എമിലി നിസ്സഹായതയോടെ മകനെ നോക്കി. അമ്മ മനസ്സമാധാനത്തോടെ ജീവിക്കണം. ഒന്നുകൊണ്ടും അമ്മയ്ക്ക് സങ്കടമുണ്ടാവില്ല. എന്തു വിഷമം വന്നാലും അമ്മ വിചാരിക്കണം, എൻ്റെ ശൗരിക്കുട്ടിയുണ്ടല്ലോ, പിന്നെന്താന്ന്. അതിനും കൂടി വേണ്ടിയാ ഞാൻ ഇതെല്ലാം പഠിച്ചോണ്ട് വന്നത്. തച്ചോളി ഒതേനൻ്റെ കഥ കേട്ടിട്ടില്ലേ നീയ്? കുഞ്ഞെണ്ണ ചോദിച്ചു. വലിയ അഭ്യാസിയായിരുന്നു. ആരോടും തോറ്റിട്ടില്ല. പക്ഷേ ശത്രു ഒളിവെടിവെച്ച് കൊന്നു. അതും എനിക്കറിയാം വല്യമ്മച്ചേ. എന്നെ അപായപ്പെടുത്താൻ വേണ്ടി ശത്രു എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ എനിക്കറിയാം. മനസ്സിലൊരു നിഴൽ വന്ന് കനക്കും. പോകാൻ ഉദ്ദേശിച്ച വഴിയെ പിന്നെ ഞാൻ പോവില്ല. നാളെയും പോലീസ് നിന്നെ തിരക്കി വരൂല്ലേ? എമിലി ചോദിച്ചു. ഇല്ലമ്മ, അവർ വരണതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലും. SIയുടെ അടുത്തല്ല, നേരെ മാരാരിക്കുളത്ത് ചെല്ലും. അവിടുന്ന് ഓർഡർ വന്നത് അർത്തുങ്ക സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാത്രി വിടാനും പിന്നെ എൻ്റെ പേരിൽ കേസെടുക്കാനും. അവിടെ ചെല്ലുമ്പം അവർ നിന്നെ ലോക്കപ്പിലിടത്തില്ലേ? ഇല്ലെന്ന്. ഞാൻ ആ CIൻ്റെ അടുത്ത് കാര്യം പറയും. നിനക്ക് പോലീസിനെ പേടിയില്ലേടാ? ജാനറ്റ് ചോദിച്ചു. ഇല്ല. എന്തിനാ പേടിക്കണേ? അവരും എന്നെപ്പോലെ മനുഷ്യന്മാരല്ലേ. അതുകൊണ്ടല്ലേ അവർ വിളിക്കുന്നിടത്ത് ഞാൻ പോണത്. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നിടത്ത് അവർ വന്നേനെ. ശൗരിക്കുട്ടി ചിരിച്ചു. ഇനി രാത്രി നിന്നെ അന്വേഷിച്ച് പോലീസ് വരുമോ? എമിലി ആശങ്ക പ്രകടിപ്പിച്ചു. ഇല്ലമ്മ, പോലീസിനിപ്പം എന്നെ വിശ്വാസ. അവരെപ്പോൾ വിളിച്ചാലും ഞാൻ ചെല്ലും. നാളെയും കൂടി ചെല്ലുമ്പം അവർക്ക് ഒന്നുകൂടെ വിശ്വാസമാകും. നിന്നെ കൊല്ലാൻ വേണ്ടി കുരിശടി റോഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ആൻ്റപ്പൻ പീറ്ററും അവരുടെ ആൾക്കാരും. അമ്മ അത് വിട്ടുകളാ. എമിലി പിന്നെ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ശൗരിക്കുട്ടി കുളിച്ചൊരുങ്ങി പുതിയ ബുള്ളറ്റ് മോട്ടോർ ബൈക്കിൽ കയറി മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് പോയി. 9 മണിയോടെ CI എബ്രഹാം മാത്യു ഓഫീസിലെത്തി. ശൗരിക്കുട്ടി നേരെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. ഗുഡ് മോർണിംഗ് സർ. എബ്രഹാം മാത്യു ദേഷ്യത്തിൽ നോക്കി. നിന്നെ ആരാ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ഞാൻ സാറിനെ കാണാൻ വന്നതാ. എൻ്റെ പേരിൽ കേസുണ്ടല്ലോ. നീ ഇവിടല്ല, അർത്തുങ്ക സ്റ്റേഷനിലാ ചെല്ലേണ്ടത്. അവിടെ നിന്റെ കേസ്. സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇന്നത്തെ പത്രം സാറ് കണ്ടായിരുന്നോ? എന്താ? ശൗരിക്കുട്ടി മടക്കി പിടിച്ചിരുന്ന ന്യൂസ് പേപ്പർ CIയുടെ മേശപ്പുറത്തേക്ക് വെച്ച് വാർത്തയിൽ ചൂണ്ടുവിരൽ തൊട്ട് കാണിച്ചു. യുവാവിനെതിരെ വധശ്രമം. ഇതാണ് വാർത്തയുടെ തലവാചകം. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇന്നലെ രാത്രി വിട്ടയച്ച ശൗരി എന്ന യുവാവിനെ പോലീസിന്റെ ഒത്താശയോടെ ശത്രുക്കളും ഗുണ്ടകളും ചേർന്ന് വധിക്കാൻ ശ്രമിച്ചു. സായുധരായ 30ഓളം പേർ യുവാവിനെ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത്
കുരിശടി റോഡിൽ നടന്ന ആക്രമണത്തിനെതിരെ പോലീസ് ചെറുവിരൽ പോലും അനക്കിയില്ലെന്നാണ് യുവാവിൻ്റെ ആരോപണം. 2 ജീപ്പുകളിലും 1 കാറിലും കൂടാതെ കാൽനടയായും എത്തിയ സംഘം യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് സംഘാംഗങ്ങളിൽ ചിലർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ജീപ്പിൻ്റെ പിൻഭാഗത്തെ ഫുട്ബോർഡിൽ നിന്നിരുന്ന ചിലരുടെ കൈകാലുകൾ ഒടിഞ്ഞു. ശത്രു സംഘത്തിലെ ഒരാളെ മറയായി പിടിച്ച് തൻ്റെ നേരെയുള്ള ആയുധപ്രയോഗം തടഞ്ഞ ശൗരി കടലിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തീരക്കടലിലുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് ബോട്ടെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ശൗരിയെ കൊലപ്പെടുത്താൻ ശത്രു സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് രംഗത്തെത്തി ശൗരിയെ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണുണ്ടായത്. കുരിശടി റോഡിൽ വച്ച് ശൗരിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദിത്തം പോലീസ് ശൗരിയുടെ മേൽ ചാർത്തിയിരിക്കുകയാണ്. പോലീസിൻ്റെ ഒത്താശയോടെയാണ് ശൗരിയെ കൊലപ്പെടുത്താനുള്ള നാടകം അരങ്ങേറിയതെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ തെളിവുകളുണ്ട്. ശൗരിയെ പോലീസ് രാത്രി 8 മണി വരെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചു. അതുവഴി ശൗരിയെ കൊല്ലാനുള്ള ശത്രു സംഘത്തിന് കൊലപാതകം പ്ലാൻ ചെയ്യാനും ആയുധങ്ങളും വാഹനങ്ങളും സംഘടിപ്പിക്കാനും വേണ്ടത്ര സമയം കൊടുത്തു. മാരാരിക്കുളം CI എബ്രഹാം മാത്യുവിൻ്റെ നിർദ്ദേശപ്രകാരം രാത്രി ശൗരിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശൗരി ഇതൊന്നും അറിയാതെ കുരിശടി റോഡിൽ കാത്തുനിന്ന ശത്രുക്കളുടെ മുന്നിൽ ചെന്നുപെടുകയായിരുന്നു. 30ഓളം പേരടങ്ങുന്ന ഒരു സംഘം എന്തിന് ആ സമയത്ത് കുരിശടി റോഡിൽ ഒത്തുകൂടിയെന്നത് പോലീസ് അന്വേഷിച്ചിട്ടില്ല. അക്രമി സംഘത്തിലെ ഒരാളെപ്പോലും പോലീസ് അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നതും വിചിത്രമാണ്. സംഘടന നടന്ന സ്ഥലത്ത് നിന്ന് മാരകായുധങ്ങളും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളും കണ്ടെടുത്തെങ്കിലും അവ തൊണ്ടി മുതലായും എടുത്തിട്ടില്ല. പകരം എല്ലാ അനിഷ്ട സംഭവങ്ങളുടെയും ഉത്തരവാദി ശൗരിയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിൻ്റെ ശ്രമം. ഇതിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് ശൗരി പറഞ്ഞു. വാർത്ത വായിച്ച ശേഷം എബ്രഹാം മാത്യു കണ്ണുയർത്തി ശൗരിക്കുട്ടിയെ നോക്കി. ശൗരിക്കുട്ടി മന്ദഹസിച്ചു. സാറേ, പത്രക്കാർക്ക് പോലും സത്യമെന്തെന്ന് മനസ്സിലായി. എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണത്? ഞാൻ സാറിനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എബ്രഹാം മാത്യു അറിയാതെ ആംസ്ലിങ്ങിൽ കിടക്കുന്ന തൻ്റെ കൈയിലേക്ക് നോക്കി. ശൗരിക്കുട്ടി ഒരു കസേര വലിച്ചിട്ടിരുന്നു. എണീക്കട എന്ന് പറയണമെന്നുണ്ടായിരുന്നു എബ്രഹാം മാത്യുവിന്. പക്ഷേ അതിനു മുൻപേ ശൗരിക്കുട്ടി പറഞ്ഞു, കൊലച്ചതിയല്ലേ സാർ എന്നോട് ചെയ്തേ? 30 പേര്, 3 വണ്ടി, മാരകായുധങ്ങൾ, രാത്രി നേരം, ഞാൻ ഒറ്റ. എന്നെ അവരുടെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തില്ലേ? സാറിനത് ചെയ്യാൻ കൊള്ളാവോ? അവരെന്നെ കൊന്നിരുന്നെങ്കിലോ? എബ്രഹാം മാത്യുവിന് ഉത്തരം മുട്ടി. നീ ആരടാ എന്നെ ചോദ്യം ചെയ്യാൻ? CI കയർത്തു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല സാറിന് ഇതുവരെ. അതാ കുഴപ്പം. ദേ സാറേ, ഈ പെൻഡ്രൈവ് കണ്ടോ? ശൗരിക്കുട്ടി പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്തു കാണിച്ചു. ഇന്നലെ രാത്രിയിലത്തെ സംഭവങ്ങളുടെ വീഡിയോ മുഴുവനുമുണ്ട് ഇതിൽ. ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരണത്, പല്ലിട കുത്തിക്കൊണ്ട് കുരിശടി റോഡിൽ നിൽക്കണത്, ബീച്ചിലോട്ട് നടക്കുമ്പം ഗുണ്ടകൾ വളയണത് എല്ലാം ഉണ്ട് സാറേ. ഇത് ഞാൻ സാറിന് തരില്ല, SP-ക്ക് കൊടുക്കാൻ പോകുക. അതെനിക്കൊന്ന് കാണണം. കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സാർ എനിക്ക് തിരിച്ചു തരണം. ഇയാൾ പറയുന്നത് കള്ളമാണോന്ന് അറിയണ്ടേ? അതിനാണോ ഞാൻ വാട്സാപ്പിലോട്ട് ഇട്ടുതരാം. എൻ്റെ മൊബൈലിൽ കയറ്റിയിട്ടുണ്ട് വീഡിയോ. എബ്രഹാം മാത്യു ശൗരിയെ തുറച്ചു നോക്കി. സാറിനിപ്പം തന്നെ AC ഓഫീസിൽ നിന്ന് കോള് വരും ഈ പത്രവാർത്തയുടെ വിശദീകരണം ചോദിച്ചുകൊണ്ട്. അതിനു മുമ്പ് സാർ എനിക്കൊരു വാക്ക് തരണം. നിനക്ക് വാക്ക് തരണമെന്നോ? ഞാനോ? പോടാ പുല്ലേ, നീ ആരാ? എബ്രഹാം മാത്യുവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്ന് റിങ് ചെയ്തു. അയാൾ അലസമായി കോൾ അറ്റൻഡ് ചെയ്തു. എടോ, ഇത് SP ആണ് സംസാരിക്കുന്നത്. സർ. എബ്രഹാം മാത്യു കസേരയിൽ നിന്ന് ചാടി എണീറ്റു. ഇന്നൊരു ന്യൂസ് കണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരനെ കൊലയാളി സംഘത്തിന് കൊല്ലാൻ വിട്ടുകൊടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അവൻ്റെ പേരിൽ കേസെടുത്തെന്ന്. സർ, അർത്തുങ്കിലാണ് സംഭവം നടന്നത്. ഞാൻ SIയെ വിളിച്ച് അന്വേഷിക്കാം. ജോൺസൺ പറഞ്ഞല്ലോടോ താൻ പറഞ്ഞിട്ടാ എല്ലാം ചെയ്തതെന്ന്. എബ്രഹാം മാത്യു തരിച്ചു നിന്നു. എന്താടോ മിണ്ടാത്തെ? വൈകിട്ട് 5-ന് മുൻപ് എനിക്ക് വിശദമായ റിപ്പോർട്ട് കിട്ടണം. എന്താ അവിടെ സംഭവിച്ചതെന്ന്. പോലീസിനെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ താനും തന്നെ പോലത്തെ കുറേ കറപ്റ്റഡ് ഓഫീസേഴ്സും കൂടി? സർ, ഞാൻ റിപ്പോർട്ട് തരാമെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടണം. സർ. കോൾ കട്ടായി. ചെവിയിൽ നിന്ന് ഫോൺ മാറ്റാൻ മറന്ന എബ്രഹാം മാത്യു ശൗരിയുടെ നേർക്ക് നോട്ടം തിരിച്ചു. ശൗരി എഴുന്നേറ്റ് നിന്നു. സാറേ, ശൗരിക്കുട്ടി വിളിച്ചു. ഞാൻ കുഞ്ഞായിരുന്നപ്പം അമ്മ എന്നെ മാമോദിസ മുക്കാൻ കൊണ്ടുപോയി. ചേന്നവേലി പള്ളിക്ക്. വികാരിയച്ഛൻ എൻ്റെ അപ്പൻ്റെ പേര് തിരക്കി. അമ്മ പറഞ്ഞു യേശുവാണെന്ന്.
എബ്രഹാം മാത്യു ശൗരിയെ നോക്കി നെറ്റിച്ചുളിച്ചു. മനസ്സിലായില്ല അല്ലേ? ദൈവത്തിൻ്റെ മകനാ സാറേ ഞാൻ. അല്ലെങ്കിൽ പണ്ടേ ചത്തു മണ്ണടിഞ്ഞേനെ. ഒരുപാട് തവണ കൊല്ലാൻ നോക്കിയതാ. ഇപ്പം സാറ് നോക്കിയില്ലേ? ഞാൻ ചത്തോ? ഇല്ല, ചാവത്തില്ല സാറേ. ചത്ത കണക്ക് പലതും ബാക്കി വരും. കുറേ കണക്ക് തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഞാൻ സാറിനോട് ചോദിക്കുന്നേ. എൻ്റെ കൂടെ നിൽക്കാവോ? ഞാൻ നോക്കിക്കൊള്ളാം സാറിൻ്റെ കാര്യം. ഇവനാരാ? എന്താണ് ഇവൻ്റെ വലിപ്പം? എബ്രഹാം മാത്യുവിന് മനസ്സിലാകുന്നില്ല. വലിയ അനീതിക്കൊന്നും കൂട്ടു നിൽക്കണ്ട. കണക്കുകൾ തീർക്കുമ്പം ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. സാറ് കണ്ണടച്ചേക്കണം. അർഹിക്കുന്നവർക്ക് മാത്രമേ ശൗരിക്കുട്ടി കൊടുക്കത്തുള്ളൂ. അത് തല്ലായാലും തലോടലായാലും. ഇനി സാറ് തന്നെ തീരുമാനിച്ചോ. എബ്രഹാം മാത്യു കണ്ണ് ചിമ്മി കസേരയിലേക്കിരുന്നു. അധ്യായം 6. വെള്ള ഓൾട്ടോ കാർ മുറ്റത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് റജീന കാറിൽ നിന്നിറങ്ങി. ശൗരിക്കുട്ടി വരാന്തയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. കാർ വന്നതും നിന്നതും ശൗരിക്കുട്ടി ആകാംക്ഷയോടെ കണ്ടു. എന്നാൽ റജീനയെ കണ്ടതും അവൻ്റെ മുഖം വല്ലാതായി. അവൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് പത്രം വായിച്ചു. ആഞ്ചലോസ് കടപ്പുറത്ത് പോയിരിക്കുകയാണ്. ചേച്ചിയെ, എമിലി ചേച്ചി, റജീന മുറ്റത്തുനിന്ന് വിളിച്ചു. ശൗരിക്കുട്ടിയെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് ശൗരിയാണെന്ന് ഊഹിച്ചു. എമിലി വാതിൽക്കലേക്ക് വന്നു. റജീനയെ കണ്ട് എമിലിയുടെ മുഖം തെളിഞ്ഞു. എടി റജി, നീ ഒറ്റയ്ക്കേ ഉള്ളൂടി. എമിലി വന്ന് റജീനയുടെ കൈ പിടിച്ചു. ഒന്നും പറയണ്ട. കൂടെ വരാൻ അപ്പൻ്റെയും മകൻ്റെയും കാല് പിടിച്ചു പറഞ്ഞതാ. ആര് വരാൻ? നീ തന്നെത്താൻ കാർ ഓടിച്ചുകൊണ്ട് വന്നോ? എമിലി അതിശയിച്ചു. പിന്നല്ലാതെ എത്ര തവണയാ ഓരോരുത്തരോട് എവിടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി കെഞ്ചുന്നേ. അവർക്കപ്പോൾ ഗമ 4 ഇരട്ടിയാ. ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. പക്ഷെ ഇത്ര പെട്ടെന്ന് നീ ഒരു കാറും ഓടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തു നടക്കും ചേച്ചി. റജീന തിണ്ണയിലേക്ക് കയറി. ഇതാരാ ഈ ഇരിക്കുന്നേ? റജീന തൻ്റെ ഊഹം ശരിയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. ശൗരിക്കുട്ടി, നിനക്ക് മനസ്സിലായില്ലേ? ഇവൻ തിരിച്ചു വന്നേ പിന്നെ നീ കണ്ടില്ലല്ലോ അല്ലേ? എനിക്ക് തോന്നി ഇരിപ്പ് കണ്ടപ്പോൾ. റജീന ഈർഷ്യയോടെ പറഞ്ഞു. കൊല്ലം 10-12 കണ്ടിട്ട്. ശൗരിക്കുട്ടി റജീനയുടെ നേർക്ക് ഒന്ന് പാളി നോക്കി. നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? പിള്ളേരെ ആരെയെങ്കിലും കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? എമിലി ചോദിച്ചു. ഓ, ഞാൻ പെട്ടെന്നൊരു തോന്നലിന് ഇങ്ങ് പോന്നതാ. ശൗരിക്കുട്ടി, നിനക്ക് റജീനയെ മനസ്സിലായില്ലേ? എൻ്റെ അനുജത്തി. മനസ്സിലായി. എനിക്കിട്ട് കുറേ പാര വെച്ചിട്ടുള്ളതല്ലേ. എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. നിന്നോട് ഇവള് എന്തു ചെയ്തെന്നാ? അമ്മ പക്ഷം പിടിക്കണ്ട. എനിക്കറിയാം. എന്നോട് ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ശൗരിക്കുട്ടിയുടെ സ്വരം മാറി. തർക്കിക്കുന്നത് പന്തിയല്ലെന്ന് എമിലിക്ക് തോന്നി. ഇങ്ങോട്ട് അകത്തോട്ട് വാ. എമിലി റജീനയുടെ കൈക്ക് പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശൗരി പത്രവായന തുടർന്നു. പള്ളിയിൽ പോയിരുന്ന ജാനറ്റ് തിരിച്ചെത്തി. അവൾ തിണ്ണയിലേക്ക് കയറിയിട്ട് ചോദിച്ചു. റജീന കുഞ്ഞമ്മ വന്നിട്ടുണ്ടോ? ഓ, ഉണ്ട്. ശൗരിക്കുട്ടി തലയാട്ടി. കാറ് കണ്ടപ്പോൾ തോന്നി. കൂടെ ആരുണ്ട്? ആരെയും കണ്ടില്ല. ഒറ്റയ്ക്ക് വന്നോ? ജാനറ്റ് അകത്തേക്ക് പോയി. എമിലിയോട് വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു റജീന. അവൻ എപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്? എപ്പോഴും പോലീസും കേസുമാണല്ലോ. മര്യാദയ്ക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ചേച്ചി പറഞ്ഞ അവൻ കേൾക്കത്തില്ല. അവന് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ചേച്ചി നോക്കിക്കോ. അവസാനം അവൻ എല്ലാവരെയും കുഴപ്പത്തിലാക്കും. എടി, നീ അവനെ കണ്ണുമടച്ച് കുറ്റം പറയാതെ. അവൻ വന്ന ശേഷമാ എനിക്കൊരു സമാധാനം കിട്ടിയത്. അവൻ വീട് പരിഷ്കരിച്ചില്ലേ? ഡെന്നിച്ചിൻ്റെ കല്യാണം നടത്തിയില്ലേ? അവനിപ്പോൾ സ്വന്തമായിട്ട് വള്ളം എത്രയുണ്ടെന്നാ നിന്റെ വിചാരം? സൈമൺ മുതലാളിൻ്റെ ആൾക്കാരൊക്കെ അവൻ്റെ അടുത്ത് തോറ്റു തുന്നം പാടി. ചേച്ചി ഇതൊക്കെ കണ്ട് സൽപ്രവൃത്തികളാണെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാനും അറിയണുണ്ട്. അവനിപ്പം ഭയങ്കര അക്രമിയും ആഭാസനും തെമ്മാടിയും ഒക്കെയാണെന്നാ ഞാൻ കേട്ടത്. ആൻ്റപ്പൻ ചേട്ടൻ്റെ പെണ്ണിനെ പിടിച്ചോണ്ട് വന്ന് ഡെന്നിച്ചിന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആൻ്റപ്പൻ ചേട്ടനുമായിട്ടുള്ള ശത്രുത ഇനി എന്നെങ്കിലും തീരുവോ? റജീന ശൗരിക്കുട്ടിയുടെ കുറ്റം ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. 4 കിലോ നല്ല പോത്തിറച്ചി വേണമെങ്കിൽ ആൻ്റപ്പൻ ചേട്ടൻ്റെ കശാപ്പ് കടയിലോട്ട് ചെന്നാൽ മതിയായിരുന്നു. ഇനി അത് പറ്റുമോ? നീ എന്നാ വർത്തമാനമാടി റജി പറയണത്? ഇറച്ചി വാങ്ങുന്നതാണോ നിനക്കിപ്പോൾ വലിയ കാര്യം? എമിലി താടിക്ക് കൈവച്ച് ചോദിച്ചു. അല്ല, ഞാൻ പറയുമായിരുന്നു. ഡെന്നിച്ചിനെ ഇനി ജീവനെ പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ചേച്ചി? ആ പെണ്ണിൻ്റെ കാര്യം കഷ്ടത്തിലായില്ല ചേച്ചി. ആൻ്റപ്പൻ ചേട്ടൻ്റെ ആൾക്കാർ അവരെ രണ്ടിനെയും എവിടെ വെച്ച് കണ്ടാലും തട്ടിക്കളയുമെന്നാണ് ഞാൻ കേട്ടത്. അവർ പുറത്തിറങ്ങി നടക്കണുണ്ടല്ലോ. ഡെന്നിച്ചൻ പണിക്ക് പോണുണ്ട്. അവളും അവനും കൂടെ പലയിടത്തും പോണുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാന്ന് വിചാരിച്ചോണ്ടിരുന്നു.
ശൗരിക്കുട്ടി വന്നുടനെ സകലമാന പേരെയും ശത്രുക്കളാക്കിയെന്ന ഞാൻ അറിഞ്ഞത്. ഇപ്പം അവർ പമ്മിയിരിക്കുക. എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി വരും. അന്നേരം അനുഭവിക്കാൻ ചേച്ചിയും ചേച്ചിയുടെ മക്കളും മാത്രം കാണത്തുള്ളൂ. എടി, അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോടി? ശൗരിക്കുട്ടി ഇല്ലാത്ത കാലത്ത് പോലും ഞാൻ അത്രയ്ക്ക് പേടിച്ചിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ട് പോയല്ലോ. ആ സൈമൺ മുതലാളിയുടെ എത്ര വള്ളമാ ശൗരിക്കുട്ടി കത്തിച്ചു കളഞ്ഞത്. മുതലാളി അതിന് പ്രതികാരം ചെയ്യാണ്ടിരിക്കോ? അയാൾ ശൗരിക്കുട്ടിയുടെ വള്ളം തീ വെച്ച്. എമിലി പറഞ്ഞു. ചേച്ചിയുടെ വർത്തമാനം കേട്ട തരപ്പടിക്കാർ തമ്മിലുള്ള തല്ലുപിടുത്തമാണെന്ന് തോന്നുമല്ലോ. ചേച്ചി, സൈമൺ മുതലാളി ആര്, ശൗരി ആര്? ആനയും കുഴിയാനയും പോലുള്ള വ്യത്യാസമില്ലേ? ശൗരിക്കുട്ടീനെ നീ അത്രയ്ക്ക് കുറച്ച് കാണണ്ട, എമിലി സംശയത്തോടെ പറഞ്ഞു. എങ്ങാണ്ട് പോയി ആരെയോ പറ്റിച്ച് 4 പുത്തനുണ്ടാക്കിക്കൊണ്ടു വന്നിട്ട് അതിൻ്റെ അഹങ്കാരം വെച്ച് കളിക്കുക. ഞാഞ്ഞൂല് എത്ര തലപ്പൊക്കി പിടിച്ചാലും പത്തി വിരിച്ചു നിൽക്കുന്ന രാജവെമ്പാലയുടെ ഒപ്പം എത്തുമോ? ആളും തരവും നോക്കി വേണ്ടേ കളിക്കാൻ? ആൻ്റപ്പൻ ചേട്ടൻ്റെ മകനെ ഇരുട്ടുവാക്കിന് അടിച്ചതിൻ്റെ തിരിച്ചടി തരാൻ നോക്കി നടക്കുക അവരുടെ കുടുംബക്കാർ മുഴുവൻ. അവരെല്ലാം കൂടെ കടന്നലിളകിയ പോലെ ഇളകി വന്ന ശൗരി പിന്നെ ഇല്ല. തൻ്റെ അനുജത്തി എല്ലാം അറിഞ്ഞിരിക്കുന്നല്ലോ എന്ന് അത്ഭുതപ്പെടുകയായിരുന്നു എമിലി. നീ ഇതൊക്കെ എവിടുന്നറിയുന്നടി? ഇത് മാത്രമല്ല, വേറെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അറയ്ക്കലെ ചാർലി സേവ്യറിൻ്റെ മകളെ കല്യാണം കഴിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയോ ശൗരി? അങ്ങനെന്തോ ഇവിടെയും കേട്ടു. അറയ്ക്കലെ സാറ് ആരാ? ശൗരി ആരാ? ചേച്ചി, സുബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അറയ്ക്കലെ ചാർലി സാറും കുടുംബക്കാരുമൊക്കെ പണ്ടേ പണക്കാരാ. അതിനേക്കാൾ പാരമ്പര്യവും തറവാടത്തുമുള്ളവരെ. അവരോടാണോ ശൗരിയെന്ന് പറയണ വാലുമാക്രി പോയി വെല്ലുവിളിക്കുന്നേ? അവനവളെ കെട്ടുമെന്നാ പറയണേ. ഞൊട്ടും. അറയ്ക്കൽക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ശൗരി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ ഭാഗ്യവും അർത്തുങ്കൽ പുണ്യാളച്ചൻ്റെ നോട്ടപ്പെശകും കൊണ്ട് മാത്രമാ. നോട്ടപ്പെശകോ? ഇന്നലെ തലപൊക്കിയ കൃമിയല്ലേ, പിഴച്ചു പോട്ടെന്ന് വിചാരിച്ചു കാണും. അല്ലെങ്കിൽ സൈമൺ മുതലാളി വിചാരിച്ച അവൻ ഭൂമിക്ക് മീതെ ജീവനോടെ ഇരിക്കോ? സൈമൺ മുതലാളിയെ കൂടാതെ വേറെ 3 വശത്തും ശത്രുക്കളായില്ലേ? ആൻ്റപ്പൻ ചേട്ടൻ, അറയ്ക്കലെ സാറ്, പിന്നെ പോലീസും. ഒരു കാര്യം ചേച്ചി ഉറപ്പിച്ചോ, ഇനി അധികം ആയുസില്ല ശൗരിക്ക്. നീ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാണ്ട് പറയില്ല റെജി. ഒന്നുമല്ലെങ്കിലും എൻ്റെ മോനല്ലേടി അവൻ. അല്ല, റെജീന പെട്ടെന്ന് പറഞ്ഞുപോയി. അല്ലെന്നോ? ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മകൻ എൻ്റേതല്ലെന്നോ? അങ്ങനല്ല ഉദ്ദേശിച്ചേ. അത് കാരക്കാട്ടെ പടുമുളയാ. നേരായ വഴിക്ക് ഉണ്ടായതല്ല. ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടായതല്ല. ആരോ ശപിച്ചെറിഞ്ഞ പോലെ ചേച്ചിയുടെ കുടുംബത്തിൽ വന്ന് പെട്ടുപോയതാ. നീ പോടി അവിടുന്ന്. പെറ്റു വീണപ്പം മുതൽ അവൻ എൻ്റെ മകനാ. അവനെ എത്ര പേര് കൊല്ലാൻ നോക്കി. സൈമൺ മുതലാളി തന്നെ അവനെ കൊല്ലാൻ ശ്രമിച്ചതിന് കണക്കുണ്ടോ? അവന് ആരെയും പേടിയില്ല, പോലീസിനെയും പേടിയില്ല. പോലീസ് വന്ന് വിളിച്ച അപ്പം തന്നെ പോകും സ്റ്റേഷനിലോട്ട് ഒറ്റയ്ക്ക്. ഒരു പോലീസും അവനെ തല്ലിച്ചതച്ചില്ല ഇതുവരെ. അവനറിയാം പോലീസിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്ന്, എമിലി പറഞ്ഞു. ചേച്ചി ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ? അവൻ്റെ തലതട്ടിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഈ വീട്ടിലോട്ട് പാഞ്ഞു കയറും. ശൗരിയോടുള്ള വിരോധം കൂടെ ഇവിടുള്ളവരോട് തീർക്കും. അവരുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞിട്ട് ഡെന്നിച്ചനും ഷീബയും ജാനറ്റുമൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചതച്ചരച്ച് കളയും എല്ലാത്തിനെയും. ഷീബേനെ തട്ടിക്കൊണ്ടുപോയതിന് ആൻ്റപ്പൻ ചേട്ടൻ്റെ ആൾക്കാർ വല്യമ്മച്ചിയോട് ചെയ്തത് എന്താണെന്ന് ചേച്ചിക്കറിയാമല്ലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നീ ഒന്നും പറയാതിരിക്കുന്നതാ എനിക്ക് സമാധാനം. അനുഭവത്തെ വരുമ്പോൾ പഠിച്ചോളും. ജാനറ്റിൻ്റെ കല്യാണം 3 മാസത്തിനകം നടത്താമെന്ന് ശൗരിക്കുട്ടി ഏറ്റിട്ടുണ്ട്. ആ വിവരം നിനക്കറിയോടി? 3 മാസം. അതുവരെ ശത്രുക്കൾ അവനെ ജീവനോടെ വെച്ചെങ്കിലല്ലേ? നീ ഇനി ഒന്നും പറയണ്ട. അവൻ്റെ കാര്യം നോക്കാൻ അവനറിയാം. എമിലിക്ക് ദേഷ്യം വന്നു. പണ്ടേ നിനക്ക് അവനെ കണ്ണെടുത്ത് കണ്ടുകൂടാ. കാരക്കാട്ട് ഡാൻഡസിൻ്റെ കാര്യം പറയാൻ 100 നാക്കാ. ആ, അത് പറഞ്ഞില്ലല്ലോ. അടുത്ത ഞായറാഴ്ച ടൗൺ ഹാളിൽ ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരിയുണ്ട്. അതുകൂടാതെ ഗാനമേളയുമുണ്ട്. അതൊന്ന് കേൾക്കേണ്ടതാ. ചേച്ചി വരുന്നോ? ഞാനിവിടെ വന്ന് കാറിൽ കയറ്റിക്കൊണ്ടു പോകാം. എനിക്കവൻ്റെ കച്ചേരിയും കേൾക്കണ്ട, ഗാനമേളയും കേൾക്കണ്ട. എൻ്റെ ചേച്ചി, അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം. പിന്നെ ഇരുന്നോർത്തിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക ഡാൻഡസിനോട് എന്നാ ഇത്ര അലിവ്? അതും സൈമൺ മുതലാളിൻ്റെ മോനല്ലേ? സൈമൺ മുതലാളിയുടെ മകൻ തന്നെയാണ്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അവൻ നമ്മുടെ വല്യപ്പച്ചനെ പോലെ കലാകാരനാ. നമ്മുടെ വല്യപ്പച്ചനെ പോലെ ശാന്ത സ്വഭാവക്കാരനാ. അവൻ്റെ കണ്ണിൽ നോക്കിയാലറിയാം, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നീ എന്തിനാ റിജിമോളെ അവൻ്റെയും നമ്മുടെ വല്യപ്പച്ചൻ്റെയും പേരുകൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണത്? എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ തമ്മിൽ? പിന്നെന്തിനാ വെറുതെ? ചേച്ചി കച്ചേരിക്ക് വരുന്നുണ്ടോ ഇല്ലയോ? എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം.
എൻ്റെ കാറിൽ കയറ്റി തിരിച്ച് ഇവിടെ കൊണ്ടുവിടാം. ഞാനില്ല, എമിലി തീർത്തു പറഞ്ഞു. ചേച്ചി ഒരു പ്രാവശ്യം ഡാൻഡസിനെ കണ്ടാൽ മതി, ചേച്ചിയുടെ എല്ലാ ദേഷ്യവും മാറും. എനിക്കതിനോട് ദേഷ്യവും ഇല്ല, സ്നേഹവും ഇല്ല. ഞാനവനെ ചേച്ചിക്ക് പരിചയപ്പെടുത്താം. ഞാനവനോട് സംസാരിക്കാറുണ്ട്. നല്ല പെരുമാറ്റമ്മ ചേച്ചി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? റെജീന വല്ലായ്മയോടെ എമിലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഡാൻഡസ് സ്വന്തം മകനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചി ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നെന്ന് അവൾ ഓർത്തു. ഡാൻഡസിൻ്റെ എല്ലാ സംഗീത കച്ചേരിക്കും പോയി മുൻപന്തിയിലുണ്ടായേനെ. അഭിമാനം കൊണ്ടും സന്തോഷം കൊണ്ടും ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞേനെ. മനസ്സിലെങ്കിലും എൻ്റെ മോനെയെന്ന് വിളിച്ച് ചേച്ചി നിർവൃതി കൊള്ളുമായിരുന്നു. താൻ നൊന്തു പ്രസവിച്ച മകനാണ് ഡാൻഡസ് എന്നറിയാതെ ചേച്ചി ഇപ്പോൾ അവനെ അവഗണിക്കുന്നതോർത്ത് റെജീനയ്ക്ക് വലിയ മനസ്താപം തോന്നി. ചേച്ചിയുടെ മനസ്സിൽ സ്വന്തം മകന് യാതൊരു സ്ഥാനവുമില്ല, അലിവും സ്നേഹവുമില്ല, വാത്സല്യമില്ല. അതെല്ലാം കാരക്കാട്ട് സൈമൺ തരകന് എൽസമ്മ എന്ന സ്ത്രീയിൽ ജനിച്ച അസുരവിത്തിന് വാരിക്കോരി കൊടുത്ത് സായുജ്യമടയുകയാണ് ചേച്ചി. എന്തൊരു വിരോധാഭാസം! തൻ്റെ മകൻ ആരാണെന്ന സത്യമറിയാതെ ചേച്ചിയുടെ ആയുസ് തീരുന്നത് ഓർത്തതോടെ റെജീനയ്ക്ക് കുറ്റബോധമായി. ചേച്ചിയോട് ഇനിയെങ്കിലും താൻ സത്യം പറയേണ്ടതല്ലേ? ലോകം മുഴുവൻ അറിയേണ്ടതല്ലേ? ശൗരിക്കുട്ടി എന്ന അസുരജന്മത്തിനെ ഈ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് പകരം ഡാൻഡസിനെ ഇവിടേക്ക് സ്വീകരിക്കേണ്ട സമയം ആസന്നമായി എന്ന് റെജീനയ്ക്ക് തോന്നി. പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ തൻ്റെ വിധി എന്താകും എന്ന ധർമ്മസങ്കടവും അവളെ അലട്ടുന്നുണ്ടായിരുന്നു. വൈകുന്നേരം റെജീന പോയിക്കഴിഞ്ഞ ശേഷം ശൗരിക്കുട്ടി എമിലിയോട് ചോദിച്ചു, ആരുടെ എന്ത് കച്ചേരിയുടെ കാര്യ പറയണ കേട്ടത്? കാരക്കാട്ട് സൈമൺ തരകൻ്റെ ഇളയമോൻ. അവനിപ്പം വലിയ സംഗീതക്കാരനാ. വയലിൻ വായിക്കും, പാട്ടുപാടും. അങ്ങനെ. കച്ചേരി എന്നാണ്? അടുത്ത ഞായറാഴ്ച ടൗണിൽ എവിടോ ആണെന്ന്. എനിക്കതൊന്ന് കേൾക്കണമല്ലോ. വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? കേട്ടാൽ മാത്രം പോരമ്മ, എനിക്കത് കലക്കണം. വേണ്ട ദിനത്തിനൊന്നും പോകണ്ട. നീ ഇവിടെ അടങ്ങിയിരുന്നാൽ മതി. ഇപ്പം തന്നെ ഒരുപാട് കുഴപ്പങ്ങളായി. ഒരു സമാധാനവുമില്ല. അമ്മ, ഞാനത് കലക്കും. അതുമാത്രമല്ല, അവനെവിടെ പരിപാടി നടത്തിയാലും ഞാൻ കലക്കും. നിനക്ക് എന്തിൻ്റെ കേടാ ശൗരി? അങ്ങോട്ട് പോയി വഴക്ക് വിലയ്ക്ക് വാങ്ങണോ? അമ്മ, അവൻ കാരക്കാട്ട് സൈമൺ തരകൻ്റെ കുടുംബത്തിലെ അംഗമാണോ? അവനെ ഞാൻ ഇരുത്തിക്കളയും. എൻ്റെ മോനെ നീ ഒന്നും പറയണ്ട. ഞാൻ അതിനു വേണ്ടിയാ തിരിച്ചു വന്നത്. സൈമൺ തരകൻ മാത്രമല്ല, അവരെ ഓരോന്നിനെ തകർക്കാനായി. എമിലിക്ക് പേടിയായി. ശൗരിക്കുട്ടി രണ്ടും കൽപ്പിച്ച മട്ടിൽ മുറിവിട്ടിറങ്ങി. അധ്യായം 7. ആലപ്പുഴ ചുങ്കം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. സൈമൺ മുതലാളിയുടെ വീട്ടിലേക്ക് അറയ്ക്കൽ ചാർലി സേവ്യറും കുടുംബവും മുൻപേ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെല്ലാം കൂടി ഒരുമിച്ച് മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് പോകാനാണ് പരിപാടി. വയലിൻ കച്ചേരിയും ഗാനമേളയും ഒന്നിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വയലിൻ കച്ചേരിക്കിടയിൽ ഗാനമേള ട്രൂപ്പിൻ്റെ പാട്ടുകളും ഉണ്ടാകും. എല്ലാം കൂടി 3 മണിക്കൂർ. 7:30 മണിക്ക് തുടങ്ങിയാൽ 10:30 പരിപാടി അവസാനിക്കാൻ പാകത്തിലാണ് എല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചാർലി സേവ്യറിനൊപ്പം സോണിയ റോസ് മാത്രമല്ല, അവളുടെ സഹോദരന്മാരും കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായയ്ക്ക് ശേഷം ഡാൻഡസ് സോണിയ റോസിനെയും കൂട്ടി ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറുള്ള ബീച്ചിലേക്ക് പോയി. ബീച്ചിലൂടെ കൈകോർത്ത് നടക്കുന്നതിനിടയിൽ ഡാൻഡസ് പ്രേമപൂർവ്വം അവളോട് ചോദിച്ചു, ഞാനൊരു കലാകാരനല്ലായിരുന്നെങ്കിൽ എന്നോട് പ്രണയം തോന്നുമായിരുന്നോ? ഡാൻഡസിനെ സംഗീതവുമായി കണക്ട് ചെയ്യാതെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ, അവൾ പറഞ്ഞു. വേറൊരു രീതിയിൽ ഇമാജിൻ ചെയ്തു നോക്ക്. സപ്പോസ് ഞാനൊരു ഫിഷർമാൻ ആയിരുന്നെന്നിരിക്കട്ടെ. വലിയൊരു ഫിഷിംഗ് ബോട്ടിൻ്റെ ഓണർ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഓണർ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. എന്നാലോ? ഞാനൊരിക്കലും ഇഷ്ടപ്പെടില്ലായിരുന്നു, അവൾ സത്യം തുറന്നു പറഞ്ഞു. അപ്പോൾ എന്നെയല്ല, എൻ്റെ വയലിനെയാണ് നീ സ്നേഹിക്കുന്നത്, ഡാൻഡസ് പരിഭവിച്ചു. ഡാൻഡസ് എന്ന കലാകാരനോടാ എനിക്ക് പ്രേമം. ഡാൻഡസിൻ്റെ രൂപവും സ്വഭാവവും മറ്റ് ഫീച്ചേഴ്സും എല്ലാം വയലിനുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുക. ഒരാളുടെ നന്മകളും കഴിവുകളും കണ്ടിട്ടില്ലേ നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് പോലും. ഡാൻഡസ് ഇറച്ചിക്കോഴികളെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നെങ്കിൽ എനിക്ക് പ്രേമം തോന്നുമോ? ഇല്ല. സൈക്കിളിൽ മീൻ വിറ്റ് നടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കിഷ്ടമുണ്ടാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതോ? നീ കലാകാരിയല്ല, സ്പോർട്സ് താരമല്ല. എന്ത് സവിശേഷത കണ്ടിട്ടാ എനിക്ക് പ്രേമം തോന്നിയത്? ഒരു കടങ്കഥ ചോദിക്കുന്ന കുസൃതിയായിരുന്നു ഡാൻഡസിൻ്റെ മുഖത്ത്. ആണിന് പെണ്ണിനെ സ്നേഹിക്കാൻ അവളൊരു നല്ല പെണ്ണായിരുന്ന മാത്രം മതി. അത് കേട്ട് ഡാൻഡസ് പൊട്ടിച്ചിരിച്ചു.
നല്ല മറുപടി. എനിക്കിഷ്ടപ്പെട്ടു. കടലിൻ്റെ വക്കിലെത്തി അവർ നിന്നു. കടൽക്കാറ്റേറ്റ് അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്ക് പാറി വീണ് അവൻ്റെ കവിളുകളെ തഴുകി. അതിൻ്റെ മൃദുലതയും മണവും അവനിഷ്ടമായി. ഡാൻഡസിൻ്റെ ശത്രു വലിയ പ്രശ്നക്കാരനായിട്ട് വരുന്നെന്ന് കേട്ടല്ലോ. സോണിയ റോസ് കൺകോണിലൂടെ അവനെ നോക്കി. എൻ്റെ ശത്രുവോ? ആര്? ശൗരി. അവനെങ്ങനാ എൻ്റെ ശത്രുവാകുന്നേ? എന്നെ തട്ടിക്കൊണ്ടുപോകാനിരിക്കുന്ന ആൾ ഡാൻഡസിൻ്റെ ശത്രുവല്ലേ? അവൻ അഹങ്കാരം കൊണ്ട് വീരവാദം മുഴക്കിയത് സോണി ഇപ്പോഴും മനസ്സിൽ വച്ചിരിക്കുകയാണോ? വീരവാദമായിരിക്കും. എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞയാൾ ഡാൻഡസിൻ്റെ ശത്രു തന്നെയാ. ഞാൻ അവനെ അങ്ങനൊന്നും കരുതിയിട്ടില്ല. അവൻ അവൻ്റെ ജോലി നോക്കി ജീവിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരിടത്തും കൂട്ടിമുട്ടേണ്ട ആവശ്യം പോലുമില്ല. ഞങ്ങളുടെ ജീവിതവും അതിൻ്റെ സ്ഥലകാലങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്കവനെ പേടിയുണ്ട് ട്ടോ. എന്തിന്? എന്നെ കല്യാണം കഴിക്കുമെന്ന് ത്രട്ടൻ ചെയ്തിരിക്കുവല്ലേ? ഛേ, ഒരു മനുഷ്യന് എന്താ ആഗ്രഹിക്കാൻ പാടില്ലാത്തത്? ആഗ്രഹിക്കാം, പക്ഷെ ആരും പറയാൻ ധൈര്യപ്പെടില്ലല്ലോ. അയാൾ പറഞ്ഞു. പതിയെ പറഞ്ഞതല്ല, വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു. എന്നെ എവിടെ വെച്ചൊക്കെ കണ്ടോ അപ്പോഴെല്ലാം പറഞ്ഞു. വിവരക്കേട് അല്ലാണ്ടെന്താ? ഡാൻഡസ്. വിളിയുടെ ടോൺ മാറിയതുകൊണ്ട് ഡാൻഡസ് അവളെ സൂക്ഷിച്ചു നോക്കി. അയാൾ മകനല്ലേ? സൈമൺ അങ്കിളിൻ്റെ മകനല്ലേ? ഡാൻഡസിന് ഒരു അപമാനം തോന്നി. എനിക്കറിഞ്ഞുകൂടാ. ഡാൻഡസ് മുഖം തിരിച്ചു. എല്ലാവർക്കും അറിയാം. എൻ്റെ പപ്പയ്ക്ക് പോലും അറിയാം, സോണിയ റോസ് പറഞ്ഞു. ആളുകൾ അങ്ങനെ പലതും പറയുന്നുണ്ട്. അതെല്ലാം സത്യമാകണമെന്നില്ല. ഒരു നാട് മുഴുവൻ അങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടാവില്ലേ? ഞാൻ അതേപ്പറ്റി ചിന്തിക്കാറില്ല. മനഃപൂർവ്വം ചിന്തിക്കാത്തതാ. ഒരിക്കൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു, അവനും എൻ്റെ അപ്പൻ്റെ മകനാണെന്ന്. ചിലപ്പോൾ സത്യമായിരിക്കാം. എനിക്കതാണ് പേടി. നീ എന്തിനു പേടിക്കുന്നു? നിന്റെ സമ്മതമില്ലാതെ അവന് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതാണ് പേടി. സൈമൺ തരകൻ്റെ മകനല്ലേ അവനും? എന്തിനും പോന്ന ആളല്ലേ ഡാൻഡസിൻ്റെ പപ്പ? ഈ പ്രായത്തിലും അദ്ദേഹത്തെ കണ്ടാൽ എന്തൊരു കമാൻഡിംഗ് പവറാണ്. പപ്പ അങ്ങനെയായത് അതിനുള്ള പിൻബലം ഉണ്ടായിരുന്നതുകൊണ്ട്. സ്വത്ത്, പാരമ്പര്യം, അധികാരം, മനക്കരുത്ത്, ആൾബലം, സ്വാധീനം എല്ലാമുണ്ട് പപ്പയ്ക്ക്. ശൗരിക്കോ? ആ പപ്പയുടെ മകനല്ലേ? സ്വത്തും ബന്ധുബലവും ഒഴികെ എല്ലാം അവനും കിട്ടിയിട്ടില്ലേ പപ്പയുടെ കയ്യിൽ നിന്ന്? ആ വിഷയം നീ വിട്ടുകള. എനിക്കത് ചിന്തിക്കാൻ പോലും താല്പര്യമില്ല. ഡാൻഡസ് പെട്ടെന്ന് കടലിൻ്റെ നേർക്ക് പുറംതിരിഞ്ഞു നടന്നു. അവന് നീരസമായെന്ന് സോണിയ റോസ് ഊഹിച്ചു. അവൾ പിന്നാലെ ചെന്ന് അവൻ്റെ കരം ഗ്രഹിച്ചു. പിണങ്ങിയോ എന്നോട്? എന്തിന്? ഞാൻ എൻ്റെ പേടി കൊണ്ടാ ഓരോന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നേ. ഇനിയില്ല. അവർ തിരികെ ചെല്ലുന്നത് നോക്കി എൽസമ്മയും അറയ്ക്കൽ ചാർലിയുടെ ഭാര്യയും ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. എന്തു ഭംഗിയാണല്ലേ രണ്ടുപേരും കൂടി ഇണങ്ങിക്കൂടി നടന്നു വരുന്നത് കാണാൻ. എൽസമ്മ പറഞ്ഞപ്പോൾ മറ്റേയാൾ തലയാട്ടി. ഒന്നുകൂടെ നിറവും പൊക്കവും ഡാൻഡസിനാ. എനിക്ക് തോന്നണത് സോണിക്ക് നിറക്കൂടുതലെന്നാ. എൽസമ്മ സംശയം പ്രകടിപ്പിച്ചു. അവർ രണ്ടുപേരും കല്യാണത്തിന് ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഒരുങ്ങി പള്ളിയിൽ നിൽക്കണത് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. രാജകുമാരനും രാജകുമാരിയും പോലിരിക്കും. ശരിയാ. എൽസമ്മയും അത് മനക്കണ്ണിൽ കണ്ടു. ഇത്രയും ചേരുന്ന ഒരു ജോഡി വേറെ ഉണ്ടാവില്ല. അവർക്കുണ്ടാവുന്ന മക്കളോ സുന്ദരക്കുട്ടന്മാരും സുന്ദരിക്കുട്ടികളുമായിരിക്കും. അമ്മമാർ രണ്ടുപേരും സ്ത്രീകളുടേതായ സഹജവാസനയ്ക്കൊപ്പിച്ചുള്ള മനോരാജ്യങ്ങളിൽ സങ്കല്പങ്ങൾ മെനഞ്ഞുവെച്ച് ഭംഗി ആസ്വദിച്ചു. സോണിയ റോസും ഡാൻഡസും തിരിച്ചെത്തി. ഡാൻഡസ് സോണിയയെ സ്ത്രീകളുടെ കൂടെ വിട്ട് സംഗീത നിശയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി തൻ്റെ മുറിയിലേക്ക് പോയി. മുനിസിപ്പൽ ടൗൺ ഹാൾ ബഹുവർണ്ണ വൈദ്യുത ദീപമാലകളാൽ അലങ്കൃതമായിരുന്നു. ടൗൺ ഹാളിൻ്റെ വിശാലമായ അങ്കണവും ഹാളിൻ്റെ ഉൾത്തളവും. സ്റ്റേജിനു മുന്നിൽ അണിയറയിൽ വയലിൻ കച്ചേരിക്കും ഗാനമേളയ്ക്കും വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കർട്ടൻ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അറയ്ക്കൽ കുടുംബത്തിലെയും കാരക്കാട്ട് കുടുംബത്തിലെയും അംഗങ്ങൾ സ്റ്റേജിനു മുന്നിലുള്ള കസേരകളിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻഡസിൻ്റെ എല്ലാ പ്രോഗ്രാമിനും എന്ന പോലെ സോണിയ റോസ് ഇത്തവണയും ഏറ്റവും മുന്നിലെ കസേരയിൽ തന്നെയുണ്ട്. അതെല്ലാം മുൻകൂട്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. കർട്ടനപ്പുറത്തു നിന്ന് സംഗീതോപകരണങ്ങൾ പൊഴിക്കുന്ന ചെറിയ സ്വരശകലങ്ങൾ മൈക്കിലൂടെ വരുന്നുണ്ട്. വയലിൻ കച്ചേരി ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണെന്ന അറിയിപ്പ് ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങി. സോണിയ റോസ് ഒന്നിളകിയിരുന്നു. എന്നിട്ട് പിന്തിരിഞ്ഞു നോക്കി. തൻ്റെ കുടുംബാംഗങ്ങളും ഡാൻഡസിൻ്റെ കുടുംബാംഗങ്ങളും സംസാരിച്ചുകൊണ്ട് പിൻനിരകളിലെ കസേരകളിലിരിക്കുന്നത് അവൾ കണ്ടു. അതിനും പിന്നിലിരുന്ന ഒരാൾ മുന്നോട്ടാഞ്ഞ് അവളെ തുറച്ചു നോക്കി. സോണിയയുടെ നെഞ്ചിലൂടെ ഒരിടിവാൾ പൊളഞ്ഞുപോയി. ശൗരിക്കുട്ടിയായിരുന്നു അത്.
ഡാൻഡസ് സൈമൺ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണെന്ന അറിയിപ്പ് ഉച്ചഭാഷണിയിലൂടെ വീണ്ടും മുഴങ്ങി. സോണിയ റോസ് പിന്നിലേക്ക് ഒന്നുകൂടി പാളി നോക്കി. ശൗരിക്കുട്ടി തന്നെ. തൻ്റെ നേർക്കാണ് നോട്ടം. അവളുടെ പാദം മുതൽ നെറുക വരെ വിറയൽ പടർന്നു. കട്ടനുയർന്നതും ഹാളിൽ നിറഞ്ഞു തിങ്ങിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു. അതോടൊപ്പം കർട്ടനും ഉയർന്നു. വേദിക്ക് തൊട്ടുമുന്നിൽ ഒരു പടക്കം പൊട്ടി. വെടിമരുന്നിൻ്റെ ഗന്ധമുള്ള രൂക്ഷമായ പുക മുൻ സീറ്റുകളെയും വേദിയിലുള്ളവരെയും മൂടി. പാമ്പ്, പാമ്പ് എന്ന നിലവിളി സദസ്സിൽ പലയിടത്തു നിന്നായി ഉയർന്നു. തുടർന്ന് അത് കൂട്ട നിലവിളിയായി. ആളുകൾ നാലുപാടും ചിതറിയോടി. 2 കൈകൊണ്ടും പുക വകഞ്ഞു മാറ്റിക്കൊണ്ട് സോണിയ മറ്റുള്ളവരെ നോക്കി. അവളുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് ശൗരിയുടെ രൂപം മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞു. ഹാളിൽ കൂറ്റാക്കുരുട്ടായി. അവിടെ നിലവിളികളും അലർച്ചകളും പേരെടുത്തുള്ള വിളിയൊച്ചകളും പിടിവിട്ടുപോയവരെ വിളിച്ചുള്ള കരച്ചിലുകളും ഇടതടവില്ലാതെ കേട്ടു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ സോണിയ റോസ് ആരുടെയോ ദേഹത്ത് തട്ടി വീണു. നിലത്തു വീണ അവളുടെ ദേഹത്തേക്ക് 2 or 3 പേർ കൂടി വീണു. അവളുടെ കാലുകളിൽ ചവിട്ടിക്കൊണ്ട് ആരൊക്കെയോ ഓടിപ്പോയി. ആരോ നിലത്തുനിന്ന് തന്നെ എടുത്തുയർത്തുന്ന പോലെ അവൾക്ക് തോന്നിയതോടൊപ്പം ബോധവും മറഞ്ഞു. മൊബൈൽ ടോർച്ചുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് കരുത്തുള്ള പുരുഷന്മാർ ഹാളിലൂടെ അങ്ങിങ്ങ ഓടുന്നുണ്ടായിരുന്നു. ആരും ഓടരുത്. എല്ലാവരും അവരവർ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുക. ആരോ ഇരുട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചലറി. ഹാളിലുണ്ടായിരുന്നവരിൽ പകുതിയിലേറെയും പുറത്തെത്തിക്കഴിഞ്ഞിരുന്നു. 2 കൽപ്പിച്ച് കസേരകളിൽ അള്ളിപ്പിടിച്ചിരുന്നവർ വലിയ കേടുപാടുകളില്ലാതെ അവശേഷിച്ചു. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ നിലത്തു വീണും മറ്റുള്ളവർ ചവിട്ടിമെതിച്ചും പരുക്കുപറ്റിയവരെ ഓരോരോ വാഹനങ്ങളിൽ കയറ്റി അപ്പോൾ തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് നീക്കം ചെയ്തു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനും ഹാളിൽ നിന്ന് എല്ലാവരെയും പുറത്തെത്തിക്കാനും ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. സോണിയ റോസിനെ തിരക്കി അറയ്ക്കൽ ചാർലി സേവ്യറും ആൺമക്കളും ഹാളിലും കോമ്പൗണ്ടിലും അങ്ങിങ്ങ് പാഞ്ഞു നടന്നു. ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയോ എന്നറിയാൻ വിവിധ ഹോസ്പിറ്റലുകളിലേക്കും വീട്ടുകാർ തിരക്കിപ്പോയി. അവിടെ ഒരിടത്തും സോണിയ റോസിനെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. അധ്യായം 8. സോണിയ റോസ് കണ്ണു തുറന്നത് ആകാശത്തേക്കായിരുന്നു. ആകാശത്ത് തീപ്പൊരി ചിതറിയതുപോലെ നക്ഷത്രങ്ങൾ. നിലാവെട്ടമില്ല. ക്രമേണ സംഭവങ്ങളുടെ ചരടിൽ പിടുത്തം കിട്ടി. രാത്രി ടൗൺ ഹാളിൽ ഡാൻഡസ് സൈമന്റെ സംഗീത പരിപാടി നടക്കുമ്പോൾ വലിയ ബഹളമുണ്ടായതും ആളുകൾ പരക്കം പാഞ്ഞതും താൻ വീണുപോയതും ആളുകൾ തന്നെ ചവിട്ടിമെതിച്ചതും അവൾ ഓർത്തു. പിന്നെ ഒന്നും ഓർമ്മയില്ല. എവിടെയാണ് താൻ? വീണെടുത്ത് തന്നെ കിടക്കുകയാണോ? എല്ലാവരും ഓടി രക്ഷപ്പെട്ടുവോ? തന്നെ അന്വേഷിക്കാനോ രക്ഷിക്കാനോ ആരും വന്നില്ല. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ടൗൺ ഹാളിൽ തന്നെ വീണു കിടക്കുകയാണെങ്കിൽ ആകാശം കാണുന്നതെങ്ങനെ? എവിടെയാണ് താൻ? കടലിൻ്റെ ഇരമ്പം, തണുപ്പുകാറ്റ്. തലതിരിച്ചു നോക്കിയപ്പോൾ ചുറ്റും ആഴം കുറഞ്ഞ ഇരുട്ട്. ഒരു കാഴ്ചയും വ്യക്തമല്ല. എങ്കിലും ചില രൂപരേഖകൾ കാണാനുണ്ട്. കടപ്പുറത്താണ് കിടക്കുന്നത്, ഒറ്റയ്ക്ക്. അവളുടെ പാദം മുതൽ നെറുക വരെ ഒരു നടുക്കവും വിറയലും കടന്നുപോയി. അവൾ ഞെട്ടിയെണീറ്റിരുന്നു. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കിടന്നത്. ആരാണ് തന്നെ കടപ്പുറത്ത് കൊണ്ടുവന്നത്? ആലപ്പുഴ ബീച്ചാണോ ഇത്? കടലിൻ്റെ ഇരുണ്ട പരപ്പ് അവൾ അല്പം ദൂരെ കണ്ടു. തിരകൾ അലയ്ക്കുന്ന ശബ്ദം. ദൂരെ കൂടി പോകുന്ന ബോട്ടുകളിലെയും വള്ളങ്ങളിലെയും വൈദ്യുത ദീപബിന്ദുക്കൾ. ഇതെങ്ങനെ താൻ കടപ്പുറത്തെത്തി? ആര് കൊണ്ടുവന്നു? എന്തിന് കടപ്പുറത്ത് കൊണ്ടുവന്നു? കൊണ്ടുവന്നവർ എവിടെ പോയി? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും തന്നെ മാനഭംഗപ്പെടുത്തിയോ? നാനാവിധമായ പേടികളിൽ അവൾ വിറപ്പുകൊണ്ടിരുന്നു. കാണാവുന്ന ദിക്കിലെങ്ങും ഒരുതരി വെളിച്ചമില്ല. വീടുകളോ മനുഷ്യരെയോ കാണാനില്ല. കടപ്പുറവും കടലും മാത്രം. പെട്ടെന്ന് അവൾക്ക് കരച്ചിൽ വന്നു. സോണിയ റോസ്! എവിടെ നിന്നോ ഒരു പതിഞ്ഞ വിളിയൊച്ച. അവൾ പാകച്ച് തല തിരിച്ചു നോക്കി. താൻ ഇരിക്കുന്നതിന് കുറെ പിന്നിലായി ഒരു മനുഷ്യരൂപം നിവരുന്നു, എഴുന്നേൽക്കുന്നു. പേടികൊണ്ട് അവൾ ബോധം കെട്ടു വീഴുമെന്ന നിലയിലായി. നീ പേടിക്കണ്ട. അയാൾ സംസാരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. നിന്നെ കടലിൽ നിന്ന് പണ്ട് രക്ഷിച്ചവനാണ്. ഇപ്പം കരയെന്നും നിന്നെ രക്ഷിച്ചു. സോണിയ നടുങ്ങി എണീറ്റു. ഇത് ചെല്ലിക്കടപ്പുറത്തെ ശൗരിയാണോ? തൻ്റെ ശത്രു, തന്നെ കല്യാണം കഴിക്കുമെന്ന് ആണയിട്ട് പറഞ്ഞവൻ. മനസ്സിലായില്ലേ എന്നെ? എൻ്റെ പേര് ശൗരി. ഇപ്പോൾ അവൾക്ക് ഉറപ്പായി. നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ അതേ ശൗരി തന്നെയാ. അവൾ വീണ്ടും ഞെട്ടി. അവൻ തന്നെ കല്യാണം കഴിച്ചോ? അതിനപ്പുറവും എന്തെങ്കിലും ചെയ്തോ? അവനല്ലേ തന്നെ ഈ കടപ്പുറത്ത് കൊണ്ടുവന്ന് കിടത്തിയത്? എന്തിന് കടപ്പുറത്ത് കൊണ്ടുവന്നു? മാനഭംഗപ്പെടുത്താൻ വേണ്ടിയല്ലേ? അവളുടെ ഉടൽ വിറച്ചു. ദേഹം എവിടൊക്കെയോ വേദനിക്കുന്നുണ്ട്.
നീറുന്നുണ്ട്. താൻ ബലാത്കാരം ചെയ്യപ്പെട്ടുവോ? ദൈവമേ, ഡാൻഡസിനു വേണ്ടി കാത്തു സൂക്ഷിച്ച പവിത്രത ഈ കശ്മലൻ പിച്ചു ചിന്തിയോ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? അവൾ പാരവശ്യത്തോടെ ചോദിച്ചു. പറഞ്ഞില്ലേ, രക്ഷിച്ചോണ്ടു വന്നതാ. ഞാൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ എല്ലാവരും കൂടെ ചവിട്ടിച്ചതച്ച് കൊന്നേനെ. എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നാ ചോദിച്ചത്? ഈ കടപ്പുറത്ത് നിനക്ക് ഫസ്റ്റ് എയ്ഡ് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഫസ്റ്റ് എയ്ഡോ? അതിന് കടപ്പുറത്താണോ കൊണ്ടുവരുന്നേ? ഒരു തരി വെളിച്ചം പോലും ഇല്ലാത്ത ഈ ഇരുട്ടത്ത്. എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ടായിരുന്നു. എന്തു ഫസ്റ്റ് എയ്ഡ് ചെയ്തെന്നാ പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് തരാൻ എനിക്കെന്തു പറ്റി? നിനക്ക് ബോധമില്ലായിരുന്നു. നിന്റെ ശരീരമൊക്കെ ചവിട്ടിച്ചതച്ച അവസ്ഥയിലായിരുന്നു. നിനക്ക് എണീറ്റിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. നീ ഇപ്പം ചാടി എണീറ്റല്ലോ. അത് ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തതുകൊണ്ടാ. ഞാൻ വിശ്വസിക്കില്ല. ഈ ഇരട്ടത്ത് കൊണ്ടുവന്ന് കിടത്തിയാണോ ഫസ്റ്റ് എയ്ഡ് തരുന്നേ? എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ടായിരുന്നെന്ന്. ഒരു എമർജൻസി ലൈറ്റ്. ഞാനിപ്പോൾ അത് കെടുത്തി വച്ചിരിക്കുക. ദൈവമേ, എന്തൊക്കെ നടന്നു? ഡാൻഡസിനോട് എന്തു പറയും? ഇയാളോട് ആരെങ്കിലും പറഞ്ഞോ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ പണ്ട് നിന്നെ ഞാൻ കടലിൽ നിന്ന് രക്ഷിച്ചത്? ഇപ്പം കരയ്ക്കുന്ന് രക്ഷിച്ചു. അടുത്ത തവണ ആകാശത്തു നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും. ഇയാൾ എന്നെ രക്ഷിക്കണ്ട. ഞാൻ അവിടെ കിടന്ന് ചത്തോളായിരുന്നു. അതായിരുന്നു ഇതിനേക്കാൾ ഭേദം. അങ്ങനെ പറയല്ല സോണിമോളെ. നല്ലൊരു ശരീരം, നല്ല സൗന്ദര്യം, നല്ല സ്വഭാവം, നല്ല പെണ്ണ്. ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ. നീ ആ ഡാൻഡസിനെ പ്രേമിച്ചു എന്നുള്ളത്. അത് സാരമില്ലെന്ന്. നീ ജീവിച്ചിരിക്കണം. എനിക്ക് വേണ്ടി. നീ മരിച്ചുപോയാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. ഇയാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കാനോ? എൻ്റെ പട്ടി. പെട്ടെന്നവൾ നിർത്തിക്കളഞ്ഞു. ഇത് വിജനമായ കടപ്പുറമാണ്. എന്തിനും പോന്ന ശൗര്യയുടെ മുൻപിലാണ്. അവന് തന്നെ എന്തും ചെയ്യാൻ കഴിയും. അതിനുള്ള കരുത്തും ശൗര്യവും ഉള്ളവനാണ്. സത്യം പറ സോണി, നിനക്ക് സ്വന്തമായി ഒരു പട്ടിയുണ്ടോ? അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് മിണ്ടാതെ നിന്നു. വെറുതെ ഒരാവേശത്തിന് അതുമിതും വിളിച്ചു പറയല്ല. ശൗരിക്കുട്ടി താക്കീത് നൽകി. എനിക്കിപ്പം തന്നെ എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ ഫോണെവിടെ? നിന്റെ ഫോണോ? നീ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? നീ കൊള്ളാവല്ലോ. നിന്നെ തന്നെ ഞാനാ ഇരട്ടത്ത് കഷ്ടിച്ച കണ്ടുപിടിച്ച് വാരിയെടുത്തോണ്ട് പോന്നത്. നിന്റെ ഫോണും കൂടി എടുക്കണമായിരുന്നോ? നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ? അതിങ്ങ് താ. എനിക്ക് വീട്ടിൽ വിളിക്കണം. പപ്പയെയും മമ്മിയെയും വിളിക്കണം. അവരിപ്പോൾ എന്നെ തിരക്കി എവിടെന്നറിയാതെ വല്ലാണ്ട് വിഷമിച്ച് അങ്ങുമിങ്ങും ഓടി നടക്കുന്നുണ്ടായിരിക്കും. എനിക്കെന്തു പറ്റിയെന്നറിയാതെ ഡാൻഡസ്. പെട്ടെന്ന് അവൾ നിർത്തി. ഡാൻഡസിനെ പറ്റി പറഞ്ഞാൽ ശൗരിക്ക് പിടിക്കില്ല. ഡാൻഡസിന് പകരം തന്നെ കല്യാണം കഴിക്കുമെന്ന് വീമ്പിളക്കി നടക്കുന്നവനാണ്. ഡാൻഡസിനെ ഓർത്ത് നീ വിഷമിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവന് ഗിത്താർ വായിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയ വിദ്യകളറിയാം. ഗിറ്റാറല്ല, വയലിൻ. സോണിയ തിരുത്തി. അതൊരു ചെണ്ടയായിക്കോട്ടെ. എനിക്കെല്ലാം ഒരുപോലെയാ. ആ വിഷയം വിട്. ഫോൺ തരുവോ? വീട്ടിൽ വിളിച്ചു പറയാൻ വേണ്ടിയാ. വീട്ടിൽ വിളിച്ചിട്ട് നീ എന്തു പറയും? ഞാൻ ഇവിടെ ഉണ്ടെന്ന്. എവിടെ? കടപ്പുറത്ത്. ഏത് കടപ്പുറത്ത്? അതെനിക്കറിയില്ല. ഏത് കടപ്പുറമാ? ഇതൊക്കെ ചോദിക്കണ്ടേ? കടപ്പുറത്ത് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ എന്നാ പറയും? ഞാൻ നിങ്ങളുടെ പേര് പറയും. അപ്പോൾ അവർക്ക് പിന്നെയും ടെൻഷനല്ലേ? ഏതോ കടപ്പുറത്ത് ഇരുട്ടത്ത് എൻ്റെ കൂടെയാണെന്ന് നീയെന്ന് കേട്ടാ ഡാൻഡസിൻ്റെ ചങ്ക് പൊട്ടും. നിന്റെ അപ്പനും അമ്മയ്ക്കും സമാധാനം കിട്ടുമോ? എനിക്ക് വീട്ടിൽ പോകണ്ടേ? വീട്ടിലറിയിക്കാതെ എങ്ങനെയാണ്? നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാ? നിങ്ങൾ. എനിക്ക് പേരില്ലേ? ശൗരി. ശൗരിക്കുട്ടിയെന്ന് വിളിയടി. സ്നേഹമുള്ളവർ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലല്ലോ. അത് സാരമില്ലടി. വിളിച്ചു വിളിച്ച് സ്നേഹം വന്നോളും. എന്നെ എടി പൊടിയെന്നൊന്നും വിളിക്കണത് എനിക്കിഷ്ടമല്ല. എൻ്റെ പപ്പയും മമ്മിയും കൂടി അങ്ങനെ വിളിക്കാറില്ല. ഡാൻഡസും വിളിക്കാറില്ല. നിനക്ക് നല്ല ധൈര്യം വന്നല്ലോ. ചുണയായിട്ട് സംസാരിക്കുന്നല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയോ? ശൗരിക്കുട്ടിയാ നിന്റെ കൂടെ നിൽക്കണത്. അതാ. വേറെ വല്ല വഷളന്മാരുമാണെങ്കിൽ നീ മുട്ടുകാലെ നിന്ന് വിറച്ചേനെ. അത് ശരിയാണല്ലോ എന്ന് സോണിയ റോസിനും തോന്നി. തുടക്കത്തിൽ ഇയാളെ കണ്ട് ഞെട്ടിവിറിച്ച താനിപ്പോൾ വേണ്ടത്ര ഭയമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഞാൻ സത്യമാ പറഞ്ഞത്. എന്നെ ആരും എടി പൊടിയെന്ന് വിളിക്കാറില്ല. പക്ഷെ ഞാൻ വിളിക്കും. എൻ്റെ കെട്ടിയവളാകാൻ പോകുന്നവളല്ലേ നീ. ഞാൻ എടി പൊടിയെന്ന് വിളിക്കുമ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെ കേട്ടോണം. എടി മോളെ, സുന്ദരിക്കുട്ടിയെന്ന്. അങ്ങനെ എൻ്റെ സ്റ്റൈല്. നിങ്ങളുടെ ഫോണൊന്നു താ പ്ലീസ്. എൻ്റെ ഫോണും പോയടി. അന്നേരത്തെ തിരക്കിനിടയിൽ എവിടോ വീണു പോയതായിരിക്കും. എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിലുള്ളവരെ എങ്ങനെയെങ്കിലും വിവരമറിയിക്കാൻ പറ്റുമോ? എടി, നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ എനിക്കറിയാം നിന്നെ നിന്റെ വീട്ടിലെത്തിക്കാനും. ഞാൻ തീരെ ഉത്തരവാദിത്തമില്ലാത്തവനാണെന്ന് നീ വിചാരിക്കല്ല. എങ്ങനെ പോകും ഇവിടുന്ന്? എൻ്റെ കാറുണ്ട്. നിന്നെ എൻ്റെ കാറിലാണ് കൊണ്ടുവന്നത്.
അതെവിടെയാ? വെളിച്ചമില്ലാതെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വെളിച്ചമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ശൗരിക്കുട്ടി തൻ്റെ എളിയിൽ നിന്ന് ടോർച്ച് പോലുള്ള ഒരു എമർജൻസി ലൈറ്റ് എടുത്ത് തെളിച്ചു കാട്ടി. ദാ ആ ഷീറ്റിൻ്റെ മൂലയ്ക്ക് വെച്ചിരിക്കണ പൊതിയെടുത്തോ. എന്താ അത്? നിന്റെ തുണി കോണകവും എല്ലാം കൂടി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതാ. എടുത്തോണ്ട് പോ. അതിനകത്താണ് നിന്റെ സ്വർണവും അരഞ്ഞാണവും കുന്തവും കുടച്ചക്രവും എല്ലാം. 250 വോൾട്ടിൻ്റെ ഒരു ഷോക്ക് സോണിയ റോസിൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ. താൻ ആരാണെന്നോ ഏതാണ് സ്ഥലമെന്നോ അറിയില്ല. ഇടിവെട്ടിയോ നിന്നെ? നീ എന്താടി കറണ്ടടിച്ച മാതിരി തുറച്ചു നിൽക്കണത്? എടുത്തോണ്ട് വാ, പോകാം. നിന്നെ വീട്ടിൽ കൊണ്ടുവിടണ്ടേ? സോണിയ റോസിന് അനങ്ങാൻ കഴിയുന്നില്ല. ഒടുക്കം ശൗരിക്കുട്ടി തന്നെ പോയി അതെടുത്തു. പോയ പ്രാണൻ തിരിച്ചു വന്നു തോന്നിയപ്പോൾ സോണിയ എമർജൻസി ലൈറ്റിൻ്റെ വെട്ടത്തിൽ സ്വയമൊന്നു നോക്കി. വേറെ ചുരിദാർ, വേറെ ലെഗിൻസ്, പിന്നെയും അവളുടെ ദേഹത്ത് കറണ്ടടിച്ചു. ശൗരിക്കുട്ടി എമർജൻസി ലൈറ്റ് എളിയിൽ തിരുകി. വലതുകരം നീട്ടി സോണിയ റോസിൻ്റെ കരം ഗ്രഹിച്ചു. അവൾ കൈ പിൻവലിക്കാൻ ദുർബലമായി കുതിറിയെങ്കിലും അവൻ്റെ വിരലുകൾ അവളുടെ വിരലുകളെ മുറുകെ പുണർന്നു. വാ, പോകണ്ടേ? ശൗരിക്കുട്ടി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പൂഴിമണലിലൂടെ നടന്നു. സോണിയയുടെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ശൗരിക്കുട്ടി ചോദിച്ചു. സോണിയയ്ക്ക് മറുപടി പറയാനുള്ള ത്രാണിയില്ലായിരുന്നു. മിണ്ടത്തില്ല. ശൗരിക്കുട്ടി പരിഭവിച്ചു. പുതിഞ്ഞു പോകുന്ന പൂഴിമണ്ണിലൂടെ നടന്ന് അവർ ഒരു തെങ്ങും പറമ്പിൽ നിർത്തിയിട്ടിരുന്ന കാറിനരികെ എത്തി. ശൗരിക്കുട്ടി റിമോട്ട് ഉപയോഗിച്ച് ലോക്ക് മാറ്റി. ഡോർ തുറന്ന് സോണിയയെ സീറ്റിലേക്ക് കൈപിടിച്ച് കയറ്റിയിരുത്തി. കാറിനുള്ളിലെ ഓവർഹെഡ് ലാമ്പ് തെളിച്ചു. സോണിയ വീണ്ടും സ്വയം ഒന്ന് നോക്കി. താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളല്ല, എല്ലാം വേറെയാണ്. എന്തിനാ എൻ്റെ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റിയത്? അഭിമാനത്തിന് മുറിവേറ്റ സങ്കടത്തിലും ദേഷ്യത്തിലും അവൾ ചോദിച്ചു. ഫസ്റ്റ് എയ്ഡ് തരാൻ. ഒരു പെണ്ണിൻ്റെ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റിയിട്ടാണോ ഫസ്റ്റ് എയ്ഡ്? നിന്റെ ഡ്രസ്സൊക്കെ കീറിപ്പറിഞ്ഞു പോയി. മനുഷ്യൻ്റെ മുമ്പിൽക്കൂടെ ഇങ്ങനെ നടക്കാൻ കൊള്ളത്തില്ല. നീ എടുത്തു വച്ച് നോക്ക്, ശൗരിക്കുട്ടി പറഞ്ഞു. സോണിയ അത് നോക്കാൻ മെനക്കെട്ടില്ല. ഇനി നോക്കിയിട്ടെന്ത് കാര്യം? ശൗരി എല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അവൾക്ക് തോന്നി. താൻ അപമാനിക്കപ്പെട്ടു എന്നതാണ് സത്യം. എന്ത് ഫസ്റ്റ് എയ്ഡാണ് ഇയാൾ ചെയ്തത്? അതിന് തക്കവിധം എന്താണ് തനിക്ക് സംഭവിച്ചത്? ഏതെങ്കിലും വിജനമായ കടപ്പുറത്ത് കൊണ്ടുപോയി കിടത്തിയാണോ ഒരു പെണ്ണിന് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്? സ്ത്രീത്വം അപമാനിക്കപ്പെട്ടു. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് അവൾ നിശ്ചയിച്ചു. പോലീസിന് പരാതി നൽകണം. വീട്ടുകാരോട് സംഭവിച്ചതെല്ലാം അറിയിക്കണം. എന്നാലും തനിക്കുണ്ടായ അപമാനത്തിന് ശമനമാകുമോ? ഓർക്കും തോറും സോണിയ റോസിൻ്റെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും മത്സരിച്ച് ഇരമ്പിക്കയറി. ഒടുവിൽ സങ്കടം ദേഷ്യത്തെക്കാളും ഒരു പടി കൂടി മുന്നേറി. അവൾ കുനിഞ്ഞിരുന്ന് മുഖം പൊത്തിക്കരഞ്ഞു. നീ എന്തിനാ കരയുന്നത്? എനിക്കതാ മനസ്സിലാകാത്തത്. രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ശൗരിക്കുട്ടി ചോദിച്ചു. തന്നെ ഞാൻ ജയിലിൽ കയറ്റും. അവൾ പെട്ടെന്ന് ശൗരിക്കുട്ടിയുടെ നേർക്ക് പൊട്ടിത്തെറിച്ചു. വീട്ടിലോട്ട് ചെല്ലട്ടെ. ഇന്ന് രാത്രി തന്നെ ഞാൻ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യും. സുബോധമെന്ന് പറയണ ഒരു സാധനമുണ്ട് മനുഷ്യന്. അതുള്ള ആരും ഇങ്ങനെ പറയുമില്ല, ചെയ്യുമില്ല. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കയറുമ്പം വിവരമറിയും. ആർക്കാ ബോധമില്ലാത്തത്, ആരാ കുറ്റം ചെയ്തത് എന്നൊക്കെ. പോലീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സാ. അവരെന്നെ അഭിനന്ദിക്കത്തേയുള്ളൂ. പിന്നെ നിന്റെ പപ്പ, അയാൾക്ക് വിവരമുണ്ടെങ്കിൽ ഒന്നും പുറത്തു പറയാതെ വായടച്ച് മിണ്ടാതിരിക്കും. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. ശൗരിക്കുട്ടി കാർ സ്റ്റാർട്ട് ചെയ്തു. അത് കടപ്പുറം റോഡിലൂടെ ഓടിത്തുടങ്ങി. മെയിൻ റോഡിലെത്തിയ ശേഷം വീണ്ടും ചില ഇട റോഡുകളിലൂടെ കാർ ഓടുന്നത് കണ്ട് സോണിയ റോസ് ഭീതി പൂണ്ട് ചോദിച്ചു. നിങ്ങളെങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? അന്ധകാരനാഴിക്ക്. അവിടെ എന്തിനാ കൊണ്ടുപോകുന്നേ? അന്ധകാരം മാറുന്നതിന് മുന്നേ നിന്നെ അവിടെ കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു. എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ചിലക്കാണ്ടിരിക്കുക. എനിക്കറിയാം നിന്റെ വീട് എവിടാണെന്നും അങ്ങോട്ട് പോകേണ്ട വഴികൾ ഏതൊക്കെയാണെന്നും. സോണിയ റോസ് സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. കാർ ഏതൊക്കെയോ ഊടുവഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. കാറിന് പോകാൻ വേണ്ടത്ര വീതിയില്ലാത്ത റോഡിലൂടെ അപകടകരമായ വിധത്തിൽ ഡ്രൈവ് ചെയ്യുകയാണ് ഈ തെമ്മാടി. പൊടുന്നനെ ഒരു തിരശീല നീങ്ങിയതുപോലെ കുറച്ചു മുൻപിലായി സോണിയ റോസ് അവളുടെ വീട് കണ്ടു. വീട്ടിലെമ്പാടും വൈദ്യുത വിളക്കുകൾ. ഗേറ്റിലും മതിലിലും വെളിച്ചം. ഗേറ്റ് തുറന്നു കിടക്കുന്നു. ആരൊക്കെയോ സിറ്റൗട്ടിലുണ്ടെന്നും അവൾ കണ്ടു. അവൾക്ക് കരച്ചിലും ചിരിയും വന്നു. അവൾ മുഖം തിരിച്ച് ശൗരിക്കുട്ടിയെ നോക്കി. അവനൊരു മാന്ത്രികനാണെന്ന് തോന്നി. ക്ഷണനേരം കൊണ്ട് അവൾ തൻ്റെ ചിന്ത തിരുത്തി. കശ്മലൻ, തെമ്മാടി, മര്യാദ കെട്ടവൻ. കാർ നേരെ ഗേറ്റ് കടന്ന് പോർച്ചിന് സമീപം ചെന്നു നിന്നു.
സിറ്റൗട്ടിൽ വല്യച്ഛനും വല്യമ്മച്ചിയും സിബി അങ്കിളും റോസക്കുട്ടി ആൻറ്റിയും ഇരിക്കുന്നത് അവൾ കണ്ടു. പിന്നെ തൻ്റെ അനുജത്തി സാനിയ റോസ്. ഇതുതന്നെയല്ലേ വീട്? അവൾ ഇറങ്ങാത്തത് കണ്ട് ശൗരിക്കുട്ടി ചോദിച്ചു. മറുപടി പറയാതെ അവൾ ഡോർ തുറന്നിറങ്ങി. സിറ്റൗട്ടിലിരുന്നവർ അന്തം വിട്ട് എഴുന്നേറ്റു. കാണാതായവൾ ഇത് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സോണിയ റോസ് ഓടിച്ചെന്ന് വല്യമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു. എങ്ങു നിന്നൊക്കെയോ അവളുടെ കണ്ണിലേക്കും മൂക്കിലേക്കും തൊണ്ടയിലേക്കും വായിലേക്കും കരച്ചിലുകൾ പാഞ്ഞെത്തി. ഒരു കുട്ടിയെപ്പോലെ അവൾ വാവിട്ട് കരഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ ചേർത്ത് പിടിക്കുകയും കരയാതെ മോളെയെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് ശൗരിക്കുട്ടി ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു. നിനക്ക് എന്തു പറ്റിയതാ മോളെ? ആരാ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നേ? റോസക്കുട്ടി ആൻറ്റി അവളുടെ ശിരസ് തലോടിക്കൊണ്ട് ചോദിച്ചു. മോളെ, നിന്നെ തിരക്കി പരക്കം പാഞ്ഞ് നടക്കുക. നിന്റെ പപ്പയും മമ്മിയും ഡാൻഡസും കാരക്കാട്ടെ സൈമൺ ചേട്ടനും മക്കളുമെല്ലാം. നീ എവിടെയായിരുന്നു? നിന്നെ ഒരിടത്തും കാണാഞ്ഞ് അവർ പോലീസിൽ അറിയിച്ചു. പോലീസും നിന്നെ തിരയുന്നുണ്ട്. നിന്റെ ഫോൺ എവിടെയാ? അതിൽ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. ആലപ്പുഴ പട്ടണം മുഴുവൻ പോലീസും നമ്മുടെ ആൾക്കാരും നിന്നെ തിരഞ്ഞു നടക്കുക. നിന്നെ ആരെങ്കിലും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് വിചാരിച്ച് സകല ആശുപത്രികളിലും അവർ തപ്പി. ബാക്കി എല്ലാവരെയും കിട്ടി. നിന്നെപ്പറ്റി മാത്രം ഒരു വിവരമില്ല. ഞങ്ങളൊക്കെ ഇവിടെ വിഷമിച്ചിരിക്കുമായിരുന്നു. നിന്നെ ഇനി ജീവനോടെ കിട്ടുമെന്ന് പോലും ഞങ്ങളാരും വിചാരിച്ചില്ല. രാത്രിയല്ലേ നേരം. വല്ലവന്മാരുടെയും കൈ കിട്ടിയ നിന്നെ ബാക്കി വയ്ക്കുമോ അവർ? എന്നും പത്രത്തിലും ടി വിയിലും ഓരോ കഥകളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതല്ലേ. നീ എവിടെയായിരുന്നു മോളെ? സത്യം പറ, സിബിയങ്കൾ ചോദിച്ചു. അങ്കിളെ, എന്നെ ചെല്ലിക്കടപ്പുറത്തെ ശൗരിയെന്ന് പറയുന്ന ആളാ കൊണ്ടുപോയത്. സോണിയെ വെളിപ്പെടുത്തി. റോസക്കുട്ടി, നീ ചാർലിക്ക് ഫോൺ ചെയ്തു പറ സോണി തിരിച്ചെത്തിയെന്ന്, വീട്ടിലുണ്ടെന്ന്. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വരാൻ പറ, സിബിച്ചൻ നിർദ്ദേശിച്ചു. മോളെ, നീ അതെല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ. ആ ശൗരി നിന്നെ എന്നാ ചെയ്തു? ഉപദ്രവിച്ചോ? അവൻ്റെ കയ്യിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെട്ടു? റോസക്കുട്ടി ആൻറ്റിക്ക് വേവലാതി അടക്കാനാവുന്നില്ല. അയാളാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. കാറിലിരിപ്പുണ്ട്. സോണിയ റോസ് കാറിന് നേർക്ക് കൈ ചൂണ്ടി. അവനെ വിടരുത്. അവനോടിങ്ങോട്ട് ഇറങ്ങി വരാൻ പറ, സിബിച്ചൻ കാറിന് നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശൗരിക്കുട്ടി ഡോർ തുറന്നിറങ്ങി. കാറിലിരുന്ന തുണിക്കിഴി ശൗരിക്കുട്ടി എടുത്തുകൊണ്ടുവന്നു. സിബിച്ചന് ശൗരിയുടെ നേർക്ക് തട്ടിക്കയറണമെന്ന വെമ്പലുണ്ടായെങ്കിലും അവൻ്റെ നെഞ്ചു വിരിച്ചുള്ള വരവും കൂസലില്ലായ്മയും കണ്ടപ്പോൾ അടങ്ങി. ശൗരിക്കുട്ടി തുണിക്കിഴി സിറ്റൗട്ടിൽ അഴിച്ചു നിരത്തി. സോണിയ റോസിൻ്റെ കീറിപ്പറഞ്ഞ ഡ്രസ്സായിരുന്നു അത്. അതിനുള്ളിൽ അവളുടെ ആഭരണങ്ങളും സ്വർണം എല്ലാം ഉണ്ടോയെന്ന് നോക്കിക്കൊള്ളണം. നാളെ എന്നെ കള്ളനെന്ന് വിളിക്കില്ല, ശൗരിക്കുട്ടി പറഞ്ഞു. ഉണ്ടോന്ന് നോക്കടി മോളെ, റോസക്കുട്ടി ആൻറ്റി പ്രേരിപ്പിച്ചു. സോണിയ മനസ്സില്ലാ മനസ്സോടെ മുന്നോട്ട് വന്ന് കുനിഞ്ഞ് അവളുടെ ആഭരണങ്ങളെല്ലാം അതിലുണ്ടോ എന്ന് നോക്കി. 5 പവൻ്റെ ഒരു നെക്ലേസ് കാണാനുണ്ടല്ലോ എന്ന് ചോദിക്കണമെന്ന് അവൾ ആദ്യം വിചാരിച്ചു. വെറുതെ ശൗരിയെ ഒന്ന് വിരട്ടണം എന്ന തോന്നലിനെ കള്ളം പറയാനുള്ള മനസാക്ഷിക്കുത്ത് അമർത്തിക്കളഞ്ഞു. എല്ലാം ഉണ്ട്, അവൾ പറഞ്ഞു. നിന്റെ ഡ്രസ് എല്ലാം ഉണ്ടോയെന്ന് നോക്കിയോ? ഉണ്ട്. അവൾ നോക്കാതെ തന്നെ അത് ചുരുട്ടിക്കൂട്ടി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് പ്രദർശിപ്പിക്കാൻ അവൾക്ക് നാണക്കേടായിരുന്നു. നാളെ കള്ളം പറയരുത്. ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു കേടും കൂടാതെ നിന്നെ ഞാൻ നിന്റെ വീട്ടിലെത്തിച്ചു. ശരിയാണോ? അല്ലെങ്കിൽ അല്ലെന്ന് ഇപ്പം പറയണം. ഞാൻ കള്ളം പറയാറില്ല. ഓക്കെ, അപ്പം ഞാൻ പോകുന്നടി. പിന്നെ എപ്പോഴെങ്കിലും കാണാം. അങ്ങനെ പോയാൽ എങ്ങനാ? ഇവളെ എത്ര നേരം എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു? എന്തിനങ്ങനെ ചെയ്തു? ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി, സിബിച്ചൻ പറഞ്ഞു. ഇയാൾ ആരാടി സോണിമോളെ? ശൗരിക്കുട്ടി ചോദിച്ചു. എൻ്റെ അങ്കിളാ. ആണോ? എങ്കിൽ നീ തന്നെ എല്ലാം അങ്കിളിൻ്റെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞുകൊട് കേട്ടാ. മണി 12:30 കഴിഞ്ഞു. എനിക്ക് പോയി കിടന്നുറങ്ങണ്ടായോ? നീ കുറേ നേരം ബോധം കെട്ട് കിടന്നുകൊണ്ട് നിനക്ക് വലിയ ക്ഷീണം കാണത്തില്ല. അങ്കിളെ, അവളോട് ചോദിച്ചാൽ മതി. അവൾ എല്ലാം പറഞ്ഞു തന്നോളും. നീ അങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന്. ഇവളുടെ പപ്പയും മമ്മിയും വീട്ടുകാരും ഒക്കെ വന്നിട്ട് പോയാൽ മതി. പോലീസും വരട്ടെ. അവർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്കിളെ, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. ഇപ്പം മെനക്കെടുത്തല്ലേ. പോട്ടെ. ഇതിനിടയിൽ റോസക്കുട്ടി ആൻറ്റി സോണിയയുടെ മാതാപിതാക്കളെ വിളിച്ച് വിവരം അറിയിച്ചു കഴിഞ്ഞു. ശൗരിയാണ് സോണിയ റോസിനെ കൊണ്ടുപോയതെന്നും ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നും അറിഞ്ഞതോടെ ചാർലി സേവ്യറിൻ്റെ ചോര തിളച്ചു. അവനെ വിടരുത്, പിടിച്ചുവെച്ചോ. ഞങ്ങളിപ്പം തന്നെ അങ്ങോട്ട് വരുക. പോലീസുണ്ട് ഞങ്ങളുടെ കൂടെ. പക്ഷേ റോസക്കുട്ടി ആൻറ്റി നോക്കുമ്പോഴേക്കും ശൗരിക്കുട്ടി കാറിൽ കയറി കഴിഞ്ഞിരുന്നു. അവൻ കാറിലോട്ട് കയറി പോകുന്ന ലക്ഷണമാ റോസക്കുട്ടി ഫോണിലൂടെ അറിയിച്ചു. ആരെങ്കിലും പോയി ഗേറ്റ് അടച്ചിട്. അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ഞങ്ങളിതാ വന്നു കഴിഞ്ഞു.
റോസക്കുട്ടി സിബിച്ചനോട് ഗേറ്റ് അടച്ചിടാൻ പറഞ്ഞു. സിബിച്ചൻ ചെല്ലുമ്പോഴേക്കും ശൗര്യക്കുട്ടി കാർ റിവേഴ്സ് എടുത്ത് ഗേറ്റ് കടന്നു പോയി കഴിഞ്ഞു. അരമണിക്കൂറിനകം ചാർലി സേവ്യറും കുടുംബക്കാരും തെരച്ചിൽക്കാരും പോലീസുകാരും അറയ്ക്കൽ വീട്ടിലെത്തി. അടുത്ത ഭാഗം നാളെ.